പ്രാപിച്ചാണോ? അവൻ പറഞ്ഞു അഭിഷേകമോ? ഇല്ല. നീ അങ്ങോട്ട് മാറ്. എടാ, ഇത് കൺവെൻഷൻ്റെ പന്തിന് നാട്ടുമോ? അഭിഷേകം പ്രാപിച്ചപ്പോൾ നാട്ടം. അതായിരുന്നു ബെന്തക്കോസ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ പൊന്നു ദൈവദാസ, അഭിഷേകം പ്രാപിക്കാത്തവനെ കൊണ്ട് പന്തലിന് കാല് നാട്ടിക്കത്തില്ലായിരുന്നൊരു കാലം ബെന്തക്കോസിനുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ സഭ നിർമ്മലമായിരുന്നു. വലിയ ഹോളില്ല, AC ഒന്നുമില്ലായിരുന്നു, കൊയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഉള്ള പാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു, ഉപദേശിമാരെ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞേ, അന്ന് പെയ്ത്തുവം ഇല്ലായിരുന്നു, വിശ്വാസ ഭവനമാ. പിന്നെ പാസ്റ്ററായതും പെയ്ത്തുവമായതും പിന്നെ ഡോക്ടറായതും ഒക്കെ അന്നിതൊന്നുമില്ല. പാവപ്പെട്ട ഉപദേശിമാര് പകല് കയ്യാല പണിക്കും ആശാരിപ്പണിക്കും പോകും, രാത്രി വന്ന് പ്രസംഗിക്കും കേട്ടോ. പക്ഷെ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു, രോഗി സൗഖ്യമാകുമായിരുന്നു, ജനത്തിന് പാപബോധം ഉണ്ടാകുമായിരുന്നു, ജനം കണ്ണീരോടെ കരയുമായിരുന്നു, അല്ലെ അവർ ഏറ്റുപറയുമായിരുന്നു, അവർ ഇടയിലേക്ക് ആത്മാവ് ഇറങ്ങുമായിരുന്നു. അവർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു, ബന്ധനങ്ങൾ അഴിയുമായിരുന്നു, പൈശാചിയെ കെട്ടഴിയുമായിരുന്നു. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ രാത്രിയിൽ ഇവിടെ വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ആരാധിക്കേ. ദൈവത്തിന് ഒരു മണവാട്ടിയെ വേണം, കർത്താവിനൊരു കാന്തയെ വേണം. ദൈവ തിരുനാമത്തിന് ഈ അനുഗ്രഹീതമായ രാത്രിയിൽ മഹത്വമുണ്ടാകട്ടെ. പള്ളിപ്പാട് പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ മുറ്റത്ത് വെച്ച് നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൽ രണ്ടാമത്തെ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന കർത്തവനദാസൻ പാസ്റ്റർ വർഗീസ് ബേബി അവറുകൾ, ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷാപദം അലങ്കരിക്കുന്ന ആദരണീയ ദൈവദാസൻ പാസ്റ്റർ MK സ്കറിയ അവറുകൾ, ഈ സ്ഥലം സഭയുടെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ സജി ദാനിയേൽ, സദസ്സിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരുടെ നീണ്ട നിരയുണ്ട്. മാത്യു കോശി പാസ്റ്റർ, PK ചുമര് പാസ്റ്റർ, S ജോസ് ഉൾപ്പെടെ എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർക്ക്, സദസ്സിലായിരിക്കുന്ന ബഹുമാനരായ ദൈവദാസന്മാർ, ഞാൻ ഒരു മകനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസാദ് കുടുംബം, ടീം, ഈ രാത്രി സമീപത്തൊക്കെ പല കൺവെൻഷൻ ഉണ്ടായിട്ടും ഇവിടെ ഈ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിപ്പാൻ തയ്യാറായ വളരെ ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഈ മൈക്കിൻ്റെ ശബ്ദപരിധി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആദരണീയരായ നല്ലവരായ നാട്ടുകാർ, ലൈവിൽ ഞങ്ങളെ വിവിധ ടൈം സോണിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇവിടെ ഓർപ്പിച്ച പോലെ ജോയിച്ചാൻ്റെ പറമ്പിൽ നടന്ന TPMൻ്റെ 5 ദിവസം നീണ്ടു നിന്ന ക്രൂസേഡിൽ വന്ന് ശുശ്രൂഷിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. അന്നും ഇന്നും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മുഖവുരകളൊന്നും പറഞ്ഞ് ഒട്ടും സമയം കളയാതെ ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവം പരമേൽപ്പിച്ച ഒരു ദൂത് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഈ മുറ്റത്തെ യോഗത്തിൽ ഇതിന് നടുവിൽ നമ്മുടെ ആത്മമണവാളനായ കർത്താവ് ഈ രാത്രി എഴുന്നള്ളി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. വേറെ ആരിവിടെ വന്നാലും, എത്ര വിശിഷ്ട അതിഥികളായ ആര് വന്നാലും, യേശു വന്നിട്ടില്ലെങ്കിൽ ആ യോഗം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹം ഒരിക്കൽ പോലും വാക്ക് പറഞ്ഞാൽ മാറാത്ത നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്നുള്ളത്. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രാത്രി ചിന്തയ്ക്ക് ആധാരമായി നമുക്ക്
ഒരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 33 വാക്യം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നമുക്കൊരു നിമിഷം ദൈവിക ഇടപെടലിനായി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരല്പസമയം ദൈവത്തോട് സംസാരിച്ചാട്ട്. നമ്മൾ ഇത്രയും സമയമൊക്കെ മനുഷ്യനോട് സംസാരിക്കാറ്. ഇന്നൊരല്പനിമിഷം ദൈവത്തോട് സംസാരിപ്പാൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. പെന്തക്കോസ്തുകാരായ നമ്മുടെ പ്രത്യേകത, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രാപിച്ചവർ അടങ്ങിയിരിക്കാതെ, അതരമടച്ചു വെക്കാതെ ഒരല്പസമയം അഭിഷേകത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രാപിച്ച അന്യഭാഷയിൽ ലക്ഷിക്കണ്ട. ഇത് വേർപെട്ട ദൈവമക്കളുടെ യോഗമാണ്. ഇത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരുടെ യോഗമാണ്. ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ലജ്ജ കൂടാതെ ദൈവത്തോട് സംസാരിച്ച് അതരം തുറന്ന് കരമടിച്ച് അന്യഭാഷയിൽ ആത്മനിറവോടെ ഇവിടെ വേർപെട്ട ദൈവമക്കളുടെ യോഗം നടക്കുന്നുവെന്ന് ദേശം അറിയട്ടെ. ദൈവം തന്ന ശബ്ദത്തിൽ, ദൈവം തന്ന കൃപയിൽ, ദൈവം തന്ന ആത്മീക അധികാരത്തിൽ എല്ലാ കരങ്ങളടിച്ച് എല്ലാ അതരങ്ങൾ തുറന്ന് ഹല്ലേലൂയ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇന്ന് രാത്രി ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഓ റബലബലബ ഷൈഡരാധരാധര റിഗബബബബബബ. ജീസസ് ജീസസ് ജീസസ്. നല്ല കർത്താവേ, ഒത്തിരി പ്രതീക്ഷയോടെ നിന്റെ മക്കൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആത്മീക സംഗമത്തിൽ ഇന്ന് രാത്രി അങ്ങ് നടകൊള്ളുന്നതിനായി സ്തോത്രം. ആ തിരുമുഖം ഈ ജനത്തിന് മേൽ പ്രകാശിപ്പിച്ച്, ആ തൃക്കരം ഈ ജനത്തിന് മേൽ നീട്ടി ഇന്ന് രാത്രി ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ, ദേശത്തിൻ്റെ അന്യാരാധന പോരുകളെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. ഈ ശബ്ദപരിധി ഇന്ന് രാത്രി യഹോവയ്ക്ക് വിശുദ്ധമായി തീരട്ടെ. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ നന്നായിട്ടൊന്ന് സ്തുതിക്കുമല്ലോ. നല്ല ശബ്ദം നമുക്കുണ്ട്. ആ ശബ്ദത്തെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ലോകം മുഴുവൻ 3 പേർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 3 പേർക്ക് വേണ്ടി. ഒന്ന്, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ തൻ്റെ ആത്മമണവാളനായ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. 2, ഈ ലോകം സഭയ്ക്കും ക്രിസ്തുവിനും മണവാട്ടിക്കും എതിരായി നിൽക്കുന്ന എതിർ ക്രിസ്തുവിനായി കാത്തിരിക്കുകയാണ്. 3, അബ്രഹാമ്യ സന്തതിയായ ഇസ്രായേൽ മക്കൾ അവരുടെ മശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ മണവാളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവർ മശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അവരറിഞ്ഞില്ല മശിക വന്നതും വന്ന മശികയെ അവർ തന്നെ ക്രൂശിച്ച് കൊന്നതും ആണെന്നവർക്ക് ഇതുവരെയും ബോധ്യമായിട്ടില്ല. അവരിപ്പോഴും ഒരു തച്ചൻ്റെ മകനെ കൊന്നെന്നുള്ള നിലയിരിക്കുകയാണ്. എന്നാൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നൊരു ദിവസം അടുത്ത് വരികയാണ്. ഹല്ലേലൂയ. അവരിപ്പോഴും പ്രാർത്ഥിക്കുന്നത്, വിലാപം അതിൽ നെറ്റിയിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മശികയെ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ ഒരു മശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, സഭ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നു, ലോകം എതിർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിൻ്റെ നടുവിൽ
നാം ആ വരവിനെ കാത്തിരിക്കുന്ന ദിവസങ്ങളുടെ അന്ത്യത്തിലായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഒരിക്കലൂടെ നമ്മളെ ഓർപ്പിച്ചുണർത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പച്ചവെള്ളം വീഞ്ഞായതല്ല, ചെങ്കടൽ രണ്ടായതല്ല, യോർദാന്റെ മേലൊഴുക്ക് തടഞ്ഞതല്ല, സിംഹത്തിന്റെ വായടഞ്ഞതല്ല, എരിഹോവിന്റെ കോട്ടയിടിഞ്ഞതല്ല, തീയുടെ നടുവിൽ നാലാമൻ ഇറങ്ങി വന്നതല്ല. ഏറ്റവും വലിയ അത്ഭുതം ലാസർ ഉയർത്തതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായതാണ്. നിങ്ങൾ നല്ല സ്തോത്രം പറഞ്ഞ് ഞാൻ വിചാരിച്ചേ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് 10 കുഷ്ഠരോഗി സൗഖ്യമായതല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതല്ല, കല്ലറയ്ക്കകത്തിരുന്ന ലാസർ ജീവനോട് എഴുന്നേറ്റ് വന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സാക്ഷാൽ ദൈവമായിരുന്നവൻ നിന്നെയും എന്നെയും രക്ഷിക്കാൻ മനുഷ്യനായി വെളിപ്പെട്ടതാ. ആ സന്തോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മഹാരാജാവിനെ കരമടിച്ച് ഈ രാത്രി നന്നായിട്ടൊന്ന് സ്തുതിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഓ റബ ശാന്തന ഋഗബലബലബഷ്. ഇസ്രായേലിനോട് ദൈവത്തിന് പ്രത്യേക സ്നേഹം. ഇസ്രായേലിനെ വിളിക്കുന്നത് എൻ്റെ ഓമനക്കൂട്ടൻ എന്നാണ്, എൻ്റെ ഓമന പുത്രൻ എന്നാണ്. ഒരല്ലലി പറഞ്ഞേ. അവൻ വന്നത് അവർക്ക് വേണ്ടിയാ, പക്ഷേ അവരവനെ തള്ളിക്കളഞ്ഞൊരു സ്തോത്രം പറയണം. പറഞ്ഞില്ല, തള്ളിക്കളഞ്ഞൊരു സ്തോത്രം പറയണം. അതുകൊണ്ടാണ് PC ചെറിയാൻ പ്രസംഗിക്കാൻ വന്നേ, അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാൻ വന്നേ. ഇല്ലായിരുന്നെങ്കിൽ ഈ ഭാഗ്യം നമുക്കാർക്കും ലഭിക്കത്തില്ല. ഒരല്ലേ പറഞ്ഞേ, അവരെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെ തെരഞ്ഞെടുക്കാൻ ദൈവത്തിന് തോന്നിയ പ്രസാദം ഓർത്ത് ഈ രാത്രി 2 കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പ്രസ്താവിച്ച 2 ഭയങ്കരമായ പ്രസ്താവനയുണ്ട്. ഒന്ന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം. 2, ലൂക്കോസ് 19-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യം. 2 വാക്യങ്ങൾ നമുക്ക് വചനത്തോടുള്ള ബന്ധത്തിൽ ദൂതിന്റെ ബലത്തിനായിട്ട് വായിക്കാം. 23:37. യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. ഒരല്ലേലൂയ പറയണം. ആമേൻ. ഒരു കോഴി കുഞ്ഞിനെ ചിറകിന്റെ കീഴെ ചേർക്കുന്നത് പോലെ യെരൂശലേമേ, നിന്നെ എന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ലൂക്കോസോടെ വായിച്ച് ഞാൻ മടങ്ങി വരാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ, യെരൂശലേമേ, നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞിട്ട് വായിക്കണം. അവന്റെ കണ്ണിന് മറച്ച് നമ്മുടെ കണ്ണിന് വെളിപ്പെടുത്തി തന്നല്ലോ. നല്ല സ്തോത്രം പറയണം. ഞാൻ സെമിത്തേരിയിൽ നിന്നല്ല പ്രസംഗിക്കുന്നത്. അവന്റെ കണ്ണിന് മറച്ച് നമ്മുടെ കണ്ണിന് വെളിപ്പെടുത്തിയതോർത്ത് ഈ രാത്രി സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും
വാടകോരി നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ 4 പാട് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്ന കാലം വരും. ഒരു ഹല്ലേലൂയ പറയണമെന്ന് രാത്രിയിൽ. യെരൂശലേമിനേറ്റ വലിയ കഷ്ടമെന്ന് പറയുന്നത് സാക്ഷാൽ മശിഹയെ അവർക്ക് മനസ്സിലായില്ല, അവർ തിരിച്ചറിഞ്ഞില്ല, അവരംഗീകരിച്ചില്ല, അവരവനെ കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. കെട്ടപ്പെട്ട കഴുതക്കുട്ടി പുറത്ത് വാഹനമേറി സാക്ഷാൽ രാജാതിരാജാവ് എഴുന്നള്ളി വരികയാണ്. പട്ടണമിളകി, യെരൂശലേം മുഴുവൻ ഇളകി. യൗവനക്കാരും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒരുപോലെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വസ്ത്രങ്ങൾ ഊരി കഴുതക്കുട്ടി പുറത്തിട്ടു. മിച്ചം വന്ന വസ്ത്രം ഈ കാർപ്പറ്റ് വിരിച്ച പോലെ റോട്ടിൽ വിരിച്ചു. അതില്ലാത്തവരെ ഒലിവിലയുടെ കമ്പൊടിച്ചു, അതില്ലാത്തവര് കുരുത്തോല വെട്ടി. അവരൊന്നിച്ച് നൃത്തം ചെയ്ത് പറഞ്ഞു, ദാവീദ് പുത്രന് ഓശന്ന. ഇതങ്ങ് അരമനയെ ഇളക്കി. ഇത് മതങ്ങളുടെ അധ്യക്ഷത വഹിക്കുന്ന മഹാപുരോഹിതന്റെ ആ സിംഹാസനത്തെ കുലുക്കി. ഈ ശബ്ദം അവർക്ക് കേട്ടിട്ട് അഗോചരമുണ്ടായി. ഈ ശബ്ദം അന്നും ഇന്നും നാട്ടുകാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് 8:45 നിർത്താൻ പറയുന്നേ. അല്ലാത്ത രാത്രി മൊത്തം വെച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ 8:45 ഈ ശബ്ദം മാത്രം ആർക്കും അത്ര ഒരു ഹല്ലേലൂയ പറയണം. ഉടനെ കർത്താവ് പറഞ്ഞു, നീയൊക്കെ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും ഒരു സ്തോത്രം ഈ രാത്രി പറയണം. ഹല്ലേലൂയ. ആ എഴുന്നള്ളത്ത് വരുന്ന ഉടനെ പുരുഷാരം മതിമറന്ന് അങ്ങനെ ആഘോഷിച്ച് ഓശാന പാടി വരുമ്പോൾ യേശു അത് കണ്ടു. ജനം കുരുത്തോല കണ്ടു, ജനം ഒലിവിലക്കമ്പ് കണ്ടു, ജനം കഴുതക്കുട്ടിയെ കണ്ടു, ജനം കഴുതക്കുട്ടി പുറത്തിരിക്കുന്ന യേശുവിനെ കണ്ടു, ജനം ആ വലിയ ആഘോഷം കണ്ടു, ശിഷ്യന്മാർ മനോഹരമായ ദേവാലയം കണ്ടു. ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വേറെ വേറെയാ. എല്ലാവരും ഇത് കണ്ടപ്പോൾ യേശു അത് കണ്ടു. ഇന്ന് രാത്രിയുടെ വന്നവനെ ഒന്ന് പരിചയപ്പെടുത്തുക. നമുക്ക് ഇന്ന് രാത്രിയിലെ 7:50 വരെയുള്ള കാര്യമേ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് അത് കാണുന്നവനാ. എന്താ അവൻ കണ്ടത്? ഹല്ലേലൂയ. ഏതാണ്ട് AD 30-33 ഈ സംഭവം നടക്കുന്നത്. ഈ നടക്കുമ്പോൾ AD 65 നടക്കുന്ന ഒരു കാര്യം കർത്താവ് ഇപ്പൊ കാണുക. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ പോകുന്നവന് നിന്റെ നാളകളെ അറിയുന്നവൻ. മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് നിന്റെ ഇന്നുകളെ അറിയത്തുള്ളൂ. ഈ രാത്രി 9 കഴിഞ്ഞെന്ത് സംഭവിക്കുമെന്ന് പ്രവാചകനായിരിക്കുന്ന വർഗീസ് വേപ്പാസക്ക് അറിയത്തില്ല, PC ചെറിയാൻ അറിയത്തില്ല. പക്ഷെ നാളെ അറിയുന്ന ഒരുത്തൻ ഈ പന്തലിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. യേശു അത് കണ്ടു. അതിനെ കുറിച്ച് കരഞ്ഞു. എന്ത് കണ്ടോ കണ്ടതിനെ കുറിച്ച് കരഞ്ഞു. എന്താണ് കണ്ടത്? ഏതോ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നൊരു മനുഷ്യൻ. അവന്റെ പേര് തീത്തോസ് കൈസർ. അവൻ രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നു. ബലമുള്ള സൈന്യവുമായിട്ട് അവൻ യെരൂശലേമിന് നേരെ പാഞ്ഞു വരുന്നു. തീത്തോസ് കൈസറിന്റെ പട്ടാളം യെരൂശലേമിനെ വളയുന്നു. യെരൂശലേം നിവാസികളിൽ വലിയൊരു സൈന്യത്തെ, ഒരു കൂട്ടത്തെ, 3 ലക്ഷത്തിലധികം ആളുകളെ തൽക്ഷണം അരിഞ്ഞു വീഴ്ത്തുന്നു. സ്ത്രീകളുടെ ഉദരങ്ങൾ വാളുകൊണ്ട് പിളരുന്നു. അതിനകത്ത് 8 മാസം 9 മാസമായ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നു. നാളത്തെ വാക്തത്വ സന്തതികളെ കഴുത്തറത്ത് വഴിയിലിടുന്നു. യെരൂശലേം ദേവാലയം തീക്കിരയാക്കുന്നു. അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിയുന്നു. ഇപ്പോൾ AD 30 ആയിട്ടുള്ളൂ. യേശു അത് കണ്ടു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി നമ്മൾ കാണാത്ത ചിലത് കാണുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട്. നാളെ നിനക്ക് എന്തു വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അറിയുന്നവനെ ആരാധിക്കാനാ ഇന്ന് രാത്രി ഈ പന്തലി വന്നിരിക്കുന്നത്. നിന്റെ നാളകളെ, നിന്റെ കുടുംബത്തിന്റെ
ജീവിതത്തിന്റെ നാളുകളെ, നിന്റെ തലമുറയുടെ നാളുകളെ, അഭിഷക്തന്മാരെ, ശുശ്രൂഷയുടെ നാളുകളെ അറിയുന്ന ഒരുത്തൻ ഈ പന്തലിലുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവര് മൗനമായിരിക്കരുത്. ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. 6 ലക്ഷത്തിലധികം വരുന്ന യഹൂദന്മാരുടെ ചോര പട്ടണത്തിൽ കൂടെ ഒഴുകുന്നു. ആ രക്തം കുതിരയുടെ കടിവാളം വരെ ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി ഇവൻ കണക്കാക്കിയിരുന്ന ശലോമോൻ പണിത തകർച്ചയ്ക്ക് ശേഷം മറ്റഭിഷക്തന്മാരിൽ കൂടെ പണിയപ്പെട്ട, ഒരിക്കലും തകരത്തിലെന്ന് വിശ്വസിച്ച, എന്തിനേറെ നമ്മുടെ യേശു കർത്താവ് നിന്നു പ്രസംഗിച്ച ആലയം. ഇന്ന് രാത്രി ഓരോ ആലയത്തിനും യേശുവിനെ കാട്ടി കൂടുതൽ വില കൊടുക്കല് കേട്ടോ. സ്വത്രം പറഞ്ഞില്ല. ഞങ്ങളുടെ പള്ളിയോ ഞങ്ങളുടെ ഹോളോ ഒന്നുമല്ല വലുത്. യെരൂശലേം ദേവാലയം പോയെങ്കിൽ നിന്റെ ഹോളും പള്ളിയൊന്നും വിഷയമല്ല. ഈ രാത്രി സ്വത്രം പറയണം. ഹല്ലേലൂയ. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞത് ലോകത്തിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രമാണെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല ദൈവമക്കളെ. എല്ലാം തകരും. പക്ഷേ തകരാത്ത ഒരുവനുണ്ട്. അവൻ ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ യേശു. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. AD 30കളിൽ ജനത്തിന്റെ ആഘോഷം ഏറ്റുവാങ്ങി വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയവൻ, ഈ ഓശാനയെല്ലാം പാടുന്ന ആർക്കാ? ഒന്ന് പറഞ്ഞേ. യേശുവിനാ. അപ്പൊ ആ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട ആരാ? യേശുവാ. പക്ഷെ യേശു ഇപ്പൊ എന്ത് ചെയ്യാണ്? എല്ലാരും ചിരിക്കുന്നു, യേശു കരയുന്നു. ഇപ്പോൾ യേശു കരയുന്നത് ലാസറിന്റെ കല്ലറ കണ്ടല്ല, നൈലിലെ വിധവയുടെ കൊച്ചിനെ കണ്ടല്ല, യായിറോസിന്റെ 12 വയസ്സുള്ള പെങ്കൊച്ചിനെ കണ്ടല്ല. ഇപ്പോൾ യേശു കരയുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒരു സംഭവം കണ്ട്. ഒരു സ്തോത്രം ഈ രാത്രി പറയണം. അവൻ ഈ രാത്രിയിലും നിന്റെ അടുക്കലുണ്ട് കേട്ടോ. അവൻ നിന്റെ നാളകളെ അറിയുന്നവനാ. എത്ര പേര് തയ്യാറുണ്ട്? ആലുയ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്നെ ഒന്ന് ചേർത്തു നിർത്താൻ ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവിന് താല്പര്യമുണ്ട്. ഒന്ന് പറ്റിയിരിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ഒരു യേശു ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത 3.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കണ്ടിട്ട് യേശു വാവിട്ട് നിലവിളിച്ചു, ഉറക്ക നിലവിളിച്ചു. എന്നിട്ട് പരിസരം മറന്ന് പറയുകയാണ്, യെരൂശലേമേ, യെരൂശലേമേ, രാജാവ് വസിക്കുന്ന പട്ടണമേ, അപ്പങ്ങളുടെ നഗരമേ, ദേവാലയം ഇരിക്കുന്ന പട്ടണമേ, നിന്നിൽ വസിക്കുന്ന ജനത്തെ ഒന്ന് ചേർത്ത് നിർത്താൻ ഞാൻ എത്ര വട്ടം നിനക്കോ അതിന് 8 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു ജോയിച്ചാൻ്റെ ആ പറമ്പിൽ ക്രൂസൈഡ് വെച്ചത്, വീണ്ടും മുറ്റത്ത് കൺവെൻഷൻ വെച്ചത് മുറ്റത്തിൻ്റെ വലിപ്പം കാണിക്കാനല്ല, പ്രസംഗകരുടെ സൗന്ദര്യം കാണിക്കാനുമല്ല, ഞങ്ങളുടെ ഭാഷാശുദ്ധി കാണിക്കാനുമല്ല. ഒന്നിനെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുമെങ്കിൽ നിന്റെ തകർച്ച സംഭവിക്കുന്നതിന് മുമ്പേ, നിന്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വരുന്നതിന് മുമ്പേ, ചില പെടുമരണങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ ഈ രാത്രി ആത്മാവ് ദേശത്തോട് ദൂത് പറയുകയാ. എത്ര പേർക്ക് തയ്യാറുണ്ട്? ഇന്ന് രാത്രി അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ. ഇപ്പൊ യേശു പറയുന്നത്, അയ്യോ നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇത് വലിയ ജ്ഞാനികൾക്കൊന്നും പിടികിട്ടത്തില്ല. ആട്ടിടയന്മാർക്ക് മനസ്സിലായി സന്ദർശനകാലം. സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല. ജനിച്ചപ്പോൾ മുതലേ ഇടയ ജോലിയുമായിട്ട് പോവുകയാണ്. വീട്ടിൽ കിടന്നുറങ്ങാനൊക്കത്തില്ല. ഗോശാലയ്ക്കകത്ത് ആടിനടക്കാം, പക്ഷേ ഇടയന്മാർ ഗോശാലയ്ക്ക് പുറത്ത് കാവൽ കാത്തുന്ന.
പെരയ്ക്കകത്ത് കിടക്കാൻ അവൻ എന്ത് വെക്കത്തില്ല. ഹലോ, ഗോശാലയ്ക്ക് വെളിയിൽ കാവൽ കാത്ത് കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ദൂതൻ ഇറങ്ങി. ദൂതൻ പറഞ്ഞു, ഇടയന്മാരെ, നിങ്ങൾക്കൊരു രക്ഷകൻ ബേത്ലഹേം ഇപ്പുറത്തിരിക്കുന്നു. അവരുടനെ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പോയില്ല, കാരണം പുസ്തകം അറിയത്തില്ലല്ലോ. സ്തോത്രം പറയണം. മലാക്കിയിൽ മീഖായിൽ അങ്ങനെ എഴുതിയോന്ന് അവൻ നോക്കിയില്ല. അവൻ ദൂത് കേട്ടു. എന്നേരമേ ഗോശാല ഒന്നുകൂടെ പൂട്ടി. അവൻ എഴുന്നേറ്റ് പോയി. വഴിതെറ്റാതെ യേശു കിടക്ക് നിർത്തിയെന്നു. ഒരല്ലേ പറയണം. അതേ ദൂതൻ വിദ്വാൻമാർക്ക് നക്ഷത്രം കാണിച്ചു. സ്തോത്രം. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ യോയിച്ചാനെയും വിളിച്ചു, നമ്മുടെ വർഗീസ് വേപ്പാസം വിളിച്ച് ആ ലൊക്കേഷൻ ഇട്ട് തരണേന്ന് പറഞ്ഞു. ലൊക്കേഷൻ ഇട്ട് കൃത്യമായിട്ട് ഈ മുറ്റത്ത് കൊണ്ട് തന്നെ ഇറക്കി. അന്നത്തെ വിദ്വാൻമാർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തു നക്ഷത്രം. സ്തോത്രം. ലൊക്കേഷൻ ഇട്ടവൻ വഴിതെറ്റി ഹേരോദ് അവൻ്റെ കൊട്ടാരത്തിൽ കയറി. ലൊക്കേഷൻ ഇല്ലാത്തവൻ വഴിതെറ്റാതെ യേശുവിൻ്റെ അടുക്ക ചെന്നു. സ്തോത്രം വേണം. അന്നും ഇന്നും സഭയെ വഴിതെറ്റിക്കുന്നത് കുറേ വിദ്വാൻമാരാ. അതുകൊണ്ട് ഇന്ന് രാത്രി വിദ്വാൻമാരും നീ ആശ്രയിക്കല്ല. ഒരല്ലേ പറയണം. പിന്നെ അവർ PhD ഉള്ളവരാണ്, ഡോക്ടറേറ്റ് ഉള്ളവരാണ്. അവരെ ഡോക്ടർ എന്ന് വിളിച്ച് സംബോധന ചെയ്യലേ നമ്മളോട് പ്രയാസമാണ്. അവരൊരു അനാസിൻ്റെ ഗുളിക പോലും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മളവരെ എന്ത് വിളിക്കണം? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസലോ. പക്ഷേ വിദ്വാൻമാർ വഴിതെറ്റി, ഇടയന്മാർ വഴി പാറയെല്ലാരും തെറ്റിയില്ല. അവർ സന്ദർശനം തിരിച്ചറിഞ്ഞു. സ്തോത്രം. വന്യവയോധികനായ ശിമയോൻ സന്ദർശനം അറിഞ്ഞു. ആലയത്തിൽ ആയിരക്കണക്കിന് പിള്ളേർ വരുക. അന്ന് മൊത്തം 12 ഗോത്രത്തിലെ പിള്ളേരെയും 40 ദിവസമാകുമ്പോൾ ആലയത്തിൽ കൊണ്ടുവരണം. അത് സ്ത്രീകളുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് കൊണ്ടിരുന്ന വെറുകയോടെ വരല്ലേ. ഒന്നുകിൽ ഒരു ഒലാട്ടുകൊറ്റൻ, അല്ലെങ്കിൽ ഒരു ആട്ടുംകുട്ടി, അല്ലെങ്കിൽ ഒരു പശുക്കിടാവ്. ഒന്നും മേടിക്കാൻ നിവൃത്തിയില്ലാത്ത നമ്മുടെ ജോസഫിനെ പോലെ തച്ചൻ്റെ വീടാണെങ്കിൽ കുറഞ്ഞത് 2 പ്രാവും കുഞ്ഞ്. ജീവനുള്ള എന്തെങ്കിലും ഒന്നുമായിട്ടേ വരാവൂ. സ്വത്രം പറയണം. ജീവനുള്ളവനോട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ സ്തുതിക്കാൻ പറയുന്നതേ. ജീവനുള്ളതിന്റെ ലക്ഷണം ഒന്ന് വരണമല്ലോ. ഹല്ലേലൂയ. മരിച്ചവർക്കൊന്നും സ്തുതിക്കാനൊക്കത്തില്ല. അപ്പം ജീവനുള്ള കുഞ്ഞിനെ തന്ന ജീവനുള്ളതുമായിട്ട് വേണം ആരാധനയ്ക്ക് വരാന്. അങ്ങനെ വരുമ്പോൾ രൂബേൻ ഗോത്രത്തിലെ പിള്ളേർ വരുന്നു, ശിമയോൻ ഗോത്രത്തിലെ പിള്ളേർ വരുന്നു, യഹൂദാ ഗോത്രത്തിലെ പിള്ളേർ വരുന്നവരെല്ലാം അനുഗ്രഹിച്ച് ഇവിടുന്ന് വിടുന്നുണ്ടെങ്കിലും ഒരു കൊച്ചം വന്നപ്പോൾ ശിമയോൻ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. അവന് മനസ്സിലായി സന്ദർശനം കയറി വരികയാ. ഹല്ലേലൂയ. മറ്റൊരാൾ കൈകൊണ്ട് തൊടുന്നതിന് മുമ്പേ അവൻ ഓടി ചെന്നും വെച്ച് ആ കുഞ്ഞിനെ മറിയയുടെ കയ്യിൽ നിന്ന് മേടിച്ച് തന്നെ മാർവോട് ചേർത്ത് പിടിച്ച് കവിളൊന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു, ഓ എനിക്കത് കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ. സർവജനത്തിന്റെ രക്ഷകനെ കാണാൻ ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രമേ ആരാധിക്കാവുള്ളൂ. സർവജനത്തിന്റെയും രക്ഷകനെ കാണുവാൻ എന്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടായല്ലോ. ഓ, ഇന്ന് രാത്രി യേശുവിനെ കാണാതെ നീ പോകരുത് കേട്ടോ. ഇന്ന് രാത്രി യേശുവിനെ കാണാതെ നീ പോകരുത്. ഒരു സാധു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. കന്യാകാലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നല്ലപോലെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് മരിച്ചു. വിധവയായ സ്ത്രീ തൻ്റേതല്ലാത്ത കാരണത്താലെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോയില്ല. ദീർഘമായ 80-ലധികം വർഷങ്ങൾ വിധവയായിട്ട് ജീവിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ദൈവഹിതമല്ലെങ്കിൽ അതാ നല്ല. സ്തോത്രം പറയണം. ദീർഘമായ വർഷങ്ങൾ വിധവയായി ജീവിച്ചു. 100-ലധികം വയസ്സുള്ള ഈ മാതാവ് ആലയത്തിന്റെ മൂലയ്ക്കിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആർക്കും ലഭിക്കാത്ത ഭാഗ്യം അവക്ക് ലഭിച്ചു. അവള് സന്ദർശനം അറിഞ്ഞു കേട്ടോ. ശിമയോൻ കയ്യിലേന്തി സ്തുതിച്ച് അതേ കുഞ്ഞിനെ തൃക്കരങ്ങളിലെടുത്ത് സ്തുതിക്കാൻ അവക്കും ഭാഗ്യം ലഭിച്ചു. ഇന്ന് രാത്രിയിൽ യേശു പറയുകയാണ്, കഴിഞ്ഞ 33 വർഷം ഞാൻ ശബത്ത് തോറും ഈ ആലയത്തിൽ വന്നു. എല്ലാ ശബത്തിലും ഞാൻ പുസ്തകം തുറന്ന് വായിച്ചു. എല്ലാരും ഇവിടെയാണല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഞാൻ നിങ്ങളൊരു വലിയ പുരുഷാരത്തിന് അപ്പം ഒരിക്കൽ 5 ഒരിക്കൽ 7 വാഴ്ച തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പള്ളിക്കകത്ത് കൈ വരണ്ടോന്റെ കൈ സൗഖ്യമാക്കി.
ഞാൻ ഈ പള്ളിക്കകത്ത് കൂനയായി അമ്മച്ചിയെ നേരെ നിർത്തി. ഞാൻ ഈ പള്ളിയുടെ 5 മണ്ഡപത്തിൽ ഒരു മണ്ഡപത്തിൽ കിടന്നവനെ 38 വർഷക്കാരനെ എഴുന്നേൽപ്പിച്ചു വിട്ടു. പക്ഷെ നിങ്ങൾ സന്ദർശനം അറിഞ്ഞില്ല. നിങ്ങൾ എനിക്ക് തന്നത് തച്ചന്റെ മോനെന്നുള്ള വിലയാ, മറിയയുടെ മോനെന്ന വിലയാ. അയ്യോ, നിങ്ങൾ സന്ദർശന കാലം അറിഞ്ഞില്ലല്ലോ. ഇന്ന് രാത്രി അബദ്ധം പറ്റല്ലേ. എപ്പോഴൊക്കെയോ നിന്റെ വീട്ടിൽ അവൻ കയറി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ അവന്റെ സന്ദർശനം അറിയണം. ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്തോ വന്നാലും പോരാട്ടമാണ്, ബന്ധനമാണ്, ആട്ടുതുപ്പിയൊക്കെ വിടും. എല്ലാം പോരാട്ടമല്ല, ചിലതൊക്കെ സന്ദർശനമായിരുന്നു കേട്ടോ. മിണ്ടിയില്ല. ആ കടം വന്ന് കയറിയത് ഒരു സന്ദർശനമായിരുന്നു. ആ കല്യാണത്തിന് പ്രശ്നം വന്ന ഒരു സന്ദർശനമായിരുന്നു. ആ ആക്സിഡന്റ് ഒരു സന്ദർശനമായിരുന്നു, പോരാട്ടമല്ലായിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. ആ ട്യൂമർ, ആ ക്യാൻസർ, ആ ലുക്കേമിയ, ആ വൈറൽ ഫീവർ ഒരു സന്ദർശനമായിരുന്നു. നീ ഒന്ന് അടുത്തു വരാനായിട്ട് ഇന്ന് രാത്രി എല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് ആട്ടിത്തുപ്പി വിടരുത്. ഞാൻ ആത്മാവി ദൂത് പറയുക, ചിലതൊക്കെ ഇന്ന് രാത്രി എന്റെ കർത്താവിന്റെ സന്ദർശനമാണെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രിയരെ, എല്ലാ പോരാട്ടമല്ല, ചിലതെല്ലാം എന്റെ യേശുവിന്റെ സന്ദർശനം. ഹല്ലേലൂയ. പിറവിയിലെ കുരുടൻ യാചിച്ചോട് നിൽക്കുക. അതുവഴി പുരുഷാരം ഒരുപാട് പോകുന്നുണ്ട്. പക്ഷേ തികച്ചും വ്യത്യസ്തതയാർന്നൊരു യാത അവൻ കേട്ടു. അവൻ അന്വേഷിച്ചു, ഈ ആരാവാരം എന്തുവാ? അപ്പൊ അവര് പറഞ്ഞു, നസറേനായ യേശു പോകുക. അവൻ സന്ദർശനം തിരിച്ചറിഞ്ഞു. അവൻ യേശുവെ നല്ല വിളിച്ച്, നസറായിനെ നല്ല വിളിച്ച്. അവൻ ഒറ്റ വിളിയാണ്, ദാവീദ് പുത്ര. ഹലോ, ഹല്ലേലൂയ. യെബൂസ്യർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുരുടൻ വിചാരിച്ചാൽ ദാവീദ് നിന്റെ അഡ്രസ് തീരും. സ്തോത്രം. നിന്നെ കൈകാര്യം ചെയ്യാൻ കൈക്കരുത്തുള്ള ഞങ്ങളാരും വേണ്ട, ഞങ്ങളുടെ നാട്ടിലെ 2 മുടന്തനോ ഒരു കുരുടനോ മതിയെന്ന് പറഞ്ഞു. സ്തോത്രം. ദാവീദ് തീരുമാനിച്ചു, ആലയം പണിയുവാണെങ്കിൽ ഇവന്മാർ പാർക്കുന്ന എന്നെ ആട്ടിയ, എൻ്റെ രാജത്വത്തെ അംഗീകരിക്കാത്ത ഇവന്മാരുടെ ദേശം വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ ഞാൻ പണിയുമെന്ന് അവൻ തീരുമാനിച്ചെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിന്നെ ആട്ടി ഓടിച്ചിടത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അന്ന് മുതല് ഇസ്രായേൽ മക്കൾക്കറിയാം, ദാവീദിന്റെ പുത്രന് കുരുട്ടുകണ്ണ് മാറ്റാൻ കഴിയും. സ്തോത്രം. ഞാൻ അങ്ങോട്ടെങ്ങും വ്യാഖ്യാനിച്ചു പോകുന്നില്ല. ഇവൻ ഒറ്റ വിളിയാണ്, ദാവീദ് പുത്ര. എന്നോട് കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തോ ചെയ്യണം? ഞാൻ ആയിരുന്നെങ്കിൽ, PC ചെറിയാനോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞതിനെയും വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ഹലോ, താൻ മാത്രം അമർത്തതയുള്ളവനും എല്ലാം പറഞ്ഞു വരുമ്പോൾ കർത്താവ് ഒരു മൈലപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ആളാണ്. നിങ്ങൾ മിണ്ടിയില്ല. ഞാനിതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോഴേ കർത്താവ് അടുത്ത അതുകൊണ്ട് അവനൊന്നും അവൻ പറഞ്ഞു, നീ കാഴ്ച കിട്ടണം. നീ ഇന്നിരാത്രി വളച്ചു കുറ്റി പറയാതെ, നിന്റെ പ്രാസം ഒന്നും കേൾപ്പിക്കാതെ നീ കാര്യം പറ കുഞ്ഞേ. ഇന്ന് രാത്രി നീ അലിയ ഒത്തിരി വിവരിക്കുകയൊന്നും വേണ്ട. നീ പറ, നിന്റെ കാര്യം പറ. ഞാൻ നിനക്ക് എന്തോ ചെയ്യണം? ഒറ്റ വാക്ക്, കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, പ്രാപിച്ചോ. അത്രയുള്ള എൻ്റെ യേശുവിന് ഇന്ന് രാത്രി സ്വത്രം പറയാമോ? ഹല്ലേലൂയ. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് എൻ്റെ യേശുവിന് ഒറ്റ വാക്ക് മതി. അതാ പാട്ടുകാരൻ പറഞ്ഞ്, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. അവൻ സന്ദർശനം പറഞ്ഞു കേട്ടോ. ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ പൂട്ടിയിട്ടേക്കുക. സ്തോത്രം. അവക്കെന്ന സ്ത്രീകൾക്കുള്ള മുറ വരാൻ തുടങ്ങിയോ, അന്നു മുതൽ രോഗവും ആരംഭിച്ചു. വയസ്സ് നിങ്ങൾ 17 18 ഒക്കെ കൂട്ടിക്കുക, എൻ്റെ വിഷയമല്ല. ഇപ്പോഴിത് ആരംഭിച്ചിട്ട് വർഷം 12 ഇപ്പൊ 18 തുടങ്ങിയെങ്കിൽ 30 വയസ്സ് കൊച്ചിനായി. പ്രൈസ് ദി ലോർഡ്. അപ്പന് സ്നേഹമാണ്, പക്ഷെ പൂട്ടിയിട്ടേക്കുക. അവൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വേറെ ആരും കഴിക്കത്തില്ല. അവൾ തോർത്താരും ഉപയോഗിക്കത്തില്ല. അവിടെ തുണി അലക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന പാത്രം വേറെ ആരും ഉപയോഗിക്കത്തില്ല. സ്നേഹത്തിന് കുറവില്ല, പക്ഷെ അടുപ്പിക്കത്തില്ല. അങ്ങനെയൊക്കെ ജീവിച്ചോ നിങ്ങളാരെങ്കിലും?
കോവിഡ് വന്നപ്പോൾ വാതിക്കെ കൊണ്ട് ചപ്പാത്തി വെച്ച് ഒരു മൈൽ അപ്പുറത്ത് ചെന്ന് വെച്ച് അച്ഛാ ചപ്പാത്തി വെച്ചിട്ടുണ്ട് എടുത്തോണമെന്ന് പറഞ്ഞ് കേട്ടില്ലേ? പട്ടിക്കൂട്ടി കൊണ്ട് ആഹാരം വെച്ച പോലെ. നിങ്ങളുടെ ഇരിപ്പ് കണ്ട ആരും കോവിഡ് വരാത്താന്ന് തോന്നുന്നു. നമ്മുടെ വീടിൻ്റെ വാതിക്കെ കൊണ്ട് വെച്ചെന്നേ, കഥകിൻ്റെ അവിടെ. എന്നിട്ട് അവിടെ വെച്ച് വിളിച്ചില്ല. ഒരു മൈൽ അപ്പുറത്ത് ചെന്ന് വെച്ച് ഫോൺ വിളിച്ച് പറഞ്ഞു അച്ഛാ വാതിക്കൽ ഇരിപ്പുണ്ട് എടുത്ത് കഴിച്ചോളാൻ. ഹലോ, ഇത് കോവിഡ് അല്ല, രക്തസ്രാവോ. ന്യായപ്രമാണം പറയുന്നത് അടുക്കരുത്, തൊടരുത്, പാളയത്തിന് പുറത്ത് പൂട്ടിയിട്ടേക്കണം. അവൾ പെരയ്ക്കകത്ത് കിടക്കുമ്പോൾ ആ വാതിക കൂടെ ഒരു ആരാവാരം. അവൾ നോക്കിയപ്പോൾ സന്ദർശനമാ. അവള് ആ തടസ്സങ്ങളുടെ വേലി പൊളിച്ചു, അപ്പനച്ച ഗേറ്റ് പൊളിച്ചു, ഇറങ്ങി ഒരൊറ്റ ഓട്ടമാ. ഹല്ലേലൂയ. ആര് തന്നെ കൊന്നാലും വിഷയമില്ല. അവൾ ന്യായപ്രമാണത്തിന്റെ വേലി പൊളിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. ഒരൊറ്റ ഓട്ടമാ. സന്ദർശനം അറിഞ്ഞു കേട്ടോ. ആ പുരുഷനെ കൂടെ നുഴഞ്ഞു കയറി ചെന്ന് ആ വെളുമ്പൽ ഒന്ന് തൊട്ടു. അവിടെ വിടുതൽ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി യേശു പറയണം, അയ്യോ നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഇന്ന് രാത്രി പള്ളിപ്പാട് ജോയിച്ചാന്റെ ഭവനാങ്കണത്തിൽ അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. നീ ആ സന്ദർശനം ഒന്നറിഞ്ഞാൽ. ഓ, വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ സാന്നിധ്യം നീ അറിയണം. ഓ റബലബലബസ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വർഷങ്ങൾ പഴകിയ നിന്റെ കുടുംബത്തിന് വിരോധമായ, ശരീരത്തിന് വിരോധമായ, ആരോഗ്യത്തിന് വിരോധമായ പൈശാചിക പോരുകളെ ഇന്ന് രാത്രിയിൽ എന്റെ യേശു അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് പറഞ്ഞവരെയും പ്രവചിച്ചവരെയും ആലോചന അറിയിച്ചവരെ എല്ലാം അവർ കല്ലെറിഞ്ഞു. ചിലരെ അവർ കൊന്നുകളഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ. ഞാൻ ദൂത് തുടരും മുമ്പേ ഈ രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഒന്ന് പറ്റിയിരിക്കാൻ. ആ കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. മറ്റൊന്നുമല്ല, എനിക്ക് എൻ്റെ കർത്താവിനോടൊന്ന് ചേർന്നിരിക്കണം. ഓ, യോഹന്നാൻ മാർവിടം ചാരിയിരുന്നത് പോലെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, ഓ യോശുവയുടെ ഹൃദയം പറ്റിയിരുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഒന്ന് ചേർന്നിരിക്കാൻ. ഈ മുറ്റത്ത് കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയിൽ ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ, ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചേ. ഇന്ന് രാത്രി ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പഴകിയ ചില പോരുകളെ ഇന്ന് രാത്രി ദൈവം വേരോട് അറുത്തു മാറ്റിയിട്ട് നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ ഒരു വിടുതൽ ദൈവം പകരുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. അഭിഷേകമുള്ളവർ ലക്ഷിക്കണ്ട. ഇതൊരു വിടുതലിന്റെ രാത്രിയാ, വിടുതലിന്റെ രാത്രിയാ. ഓ ദീപാരാബാലാബാലാബാഷ്. യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞ ചില പാത്രങ്ങളെ കുശവൻ പണിയുന്നത് പോലെ ഇന്ന് രാത്രി കയ്യിൽ വെച്ച് തന്നെ ഉടഞ്ഞു പോയ ചിലതിനെ ഒന്നുകൂടെ റീമോൾഡ് ചെയ്യുന്ന, ഒന്നുകൂടെ ഹിതപ്രകാരം പണിയുന്ന, അപമാനിച്ചവരെ മാനിക്കുന്ന, നിന്ദിച്ചവരെ പരിഗണിക്കുന്ന, അവഗണിച്ചവനെ അംഗീകരിക്കുന്ന ഒരു രാത്രിയാക്കി ദൈവം മാറ്റുകയാണെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരിന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ പ്രിയരേ. ഹല്ലേലൂയ. Praise the Lord. ഓശന്നയുടെ യാത്ര കഴിഞ്ഞു. ആലയത്തിൽ ചെന്നു. ആലയ ശുദ്ധീകരണം നടത്തി. ദൈവഹിതമില്ലാത്തതിനെല്ലാം അഴിച്ചു പുറത്താക്കി. നാണ്യപീഠങ്ങളെ മറിച്ചിട്ടു. ആ രാത്രിയിൽ അവൻ ബഥാനിയിൽ പോയി പാർത്തു. സ്തോത്രം. ശിഷ്യന്മാരടുക്കം അവർ വളരെ ഭയത്തോട് ചോദിച്ചു, കർത്താവേ അതെപ്പോ സംഭവിക്കും?
അതെപ്പോൾ സംഭവിക്കും? ഏത്? ഈ ആലയം കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്നും അവർ നിനക്ക് ചുറ്റും വാട കോരി നിന്നെ 4 പാട് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും തകർക്കുമെന്ന് യേശു പറഞ്ഞ ആ കാര്യം എന്ന് സംഭവിക്കും. അതെപ്പോൾ സംഭവിക്കും? ഒന്നാമത്തെ ചോദ്യം. 2, നീ എന്നാണ് വരുന്നത്? 3, ഈ ലോകം എപ്പോൾ അവസാനിക്കും? 3 ചോദ്യങ്ങൾ ശിഷ്യന്മാർ ചോദിച്ചു. 3 ചോദ്യങ്ങളുടെ മറുപടിയാണ് മത്തായി 23, 24 തൊട്ട് അങ്ങോട്ട്, ലൂക്കോസ് 21 തൊട്ട് അങ്ങോട്ട്, മർക്കോസ് 13 തൊട്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞിരിക്കുന്നത് 3 ചോദ്യങ്ങളുടെ മറുപടിയാണ്. ഒന്നാന്ന് വിചാരിച്ച് വാഴിച്ച് കുഴയല്ല. 3 ചോദ്യങ്ങളുടെ മറുപടി. 1, അതെപ്പോൾ സംഭവിക്കും? 2, കർത്താവ് എപ്പോൾ വരും? 3, ഈ ലോകം എപ്പോൾ അവസാനിക്കും? ഒരല്ലിയെ പറഞ്ഞ അതിൻ്റെ ഒരു തുടക്കത്തിൽ യേശു പറയുകയാണ്, കുറേ സംഭവങ്ങൾ പറഞ്ഞു. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, കടലിലെ പ്രശ്നം, ആകാശത്തിലെ പ്രശ്നം, ക്ഷാമം, ഭൂകമ്പം എന്ന് വേണ്ട സംഭവങ്ങളുടെ ഒരു പരമ്പര പറഞ്ഞിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ പ്രശ്നം തമ്മിൽ സ്നേഹമില്ലാതാകും. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഇടയിൽ പറ്റിയേക്കുന്നത് എന്തുവാ? ഒന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി കേട്ടത് എന്തുവാ? ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമാകുന്ന കർത്താവ് വിളിച്ചു വേർതിരിച്ച നമ്മുടെ അകത്ത് ഇന്ന് യഥാർത്ഥമായ സ്നേഹമുണ്ടോ? നിങ്ങളുടെ മുഖം വാടാതിരിക്കാൻ ഞാൻ അവിടെ നിൽക്കുന്നില്ല, വിടുക. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചത് തന്നെ എൻ്റെ വരവിൻ്റെ സമയത്തും സംഭവിക്കും. ഒരടയാളം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് തന്നെ എൻ്റെ വരവിൻ്റെ കാലത്ത് സംഭവിക്കും. നോഹയുടെ കാലം, മനുഷ്യൻ ബോധിച്ചവരെ വിവാഹം കഴിക്കുന്ന, ബോധിച്ച പോലെ ജീവിക്കുന്ന, ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലം കഴിഞ്ഞ് ലോത്തിന്റെ കാലം വന്നപ്പോൾ സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും വിവാഹം ചെയ്യുന്ന ഒരു കാലം, ധാർമ്മികമായി അധപ്പതിച്ചൊരു കാലം. ഈ 2 കാലങ്ങളെ ചൂണ്ടിയിട്ട് കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ സംഭവിച്ചു കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായെന്നറിഞ്ഞുകൊള്ളുക. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാര് പ്രാർത്ഥിക്കുന്ന, കർത്താവേ എൻ്റെ കുഞ്ഞിന് ഞങ്ങളെ കൂടെ ഒക്കെ നോക്കുന്ന ഒരു നല്ല പെൺകുഞ്ഞിനെ കർത്താവ് കൊടുക്കണം. പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്താവേ സ്നേഹമുള്ളൊരു നല്ല മകനെ ഞങ്ങൾക്ക് മരുമകനായി. ഇപ്പോൾ അതെല്ലാം പോയിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ മോനൊരു മോളെ തന്നെ കല്യാണം കഴിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വന്ന് നമ്മൾ നിൽക്കുക. എനിക്കതൊന്നും പറഞ്ഞു സമയമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ പറയണം, നീ ഒരു കാര്യം ഓർത്തോണം. ആര്? മണവാളനെ കാത്തിരിക്കുന്നവർ. ഞാൻ 3 കാത്തിരിപ്പുകാരുടെ കാര്യം പറഞ്ഞു. മണവാളനെ കാത്തിരിക്കുന്നവര് മണവാട്ടി ഓർത്തോണം, മണവാളൻ വാതുക്കലായി. ആരാണ് മണവാട്ടി? ആരാണ് മണവാളൻ? എന്താണ് സഭ? എന്തല്ല സഭ എന്നൊക്കെ ഇന്ന് രാത്രി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഓടിച്ചു 2 കാര്യങ്ങൾ പറയാം. ആദ്യം പ്രത്യക്ഷത ഒന്ന് വായിച്ചു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും 2 പ്രത്യക്ഷത അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും. അതൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആത്മാർത്ഥത്തോടെ എന്നെ നോക്കിയേ. നമ്മുടെ കർത്താവെന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവ്. അത് നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ്. അങ്ങനെ വേണം പറയാൻ കേട്ടോ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയും
അവന്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും സംബന്ധിച്ച് സ്തോത്രം പറയണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും. ഒരു സ്തോത്രം പറഞ്ഞാട്ട് 9-ാമത്തെ വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, സാത്താന്റെ വ്യാപാര ശക്തിയുള്ളവർക്ക്, വ്യാജമായ സകല ശക്തിയോട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 2 പ്രത്യക്ഷത ഇവിടെ പറയുന്നു. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത. 2, സഭയ്ക്കെതിരായി നിൽക്കുന്ന എതിർ ക്രിസ്തുവായ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ഇപ്പോ തന്നെ അവന്റെ ശക്തി മാവേലിക്കരയിലും പള്ളിപ്പാടും കരിപ്പാടും ഒക്കെ വ്യാപരിക്കുന്നുണ്ട്. വെളിപ്പെടാത്തത് ആത്മാവിന്റെ അധികാരം വ്യാപരിക്കുന്നത് കൊണ്ടാ. തടയുന്നവൻ ഇവിടെ ഉള്ളത് കൊണ്ടാ. തടയുന്നവൻ വഴിയിൽ നിന്ന് മാറും. എപ്പോഴാണെന്നറിയാമോ? സഭ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവിടുന്ന് മാറിയാൽ അവൻ ഇവിടെ പ്രത്യക്ഷപ്പെടും. ഒരല്ലിയ പറയണം, അവന്റെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ യേശുവിന്റെ പ്രത്യക്ഷത രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാ. ലോകത്തിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന്, പൗലോസ് പറഞ്ഞു ക്രൂശിന്റെ വചനം. യേശുവിനിട്ട പേരാണ് ക്രൂശിന്റെ വചനം. ഒരല്ലിയ പറഞ്ഞു. ഒരുത്തൻ ദുഷിച്ചു പറഞ്ഞ് നേരെ യാതനാ സ്ഥലത്തോട്ട് പോയി. ഒരുത്തൻ ഏറ്റു പറഞ്ഞ് നേരെ പർദീസയിലോട്ട് പോയി. ഈ 2 പേരെയും യേശുവിനെയും ചൂണ്ടി പൗലോസ് എഴുതി ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവന് പോഷത്വമാണ്, രക്ഷിക്കപ്പെട്ട നമുക്ക് ഒരല്ലലി. ഇന്ന് രാത്രി നമ്മുടെ ദൈവശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് നശിച്ചു പോകുന്നവൻ, 2 രക്ഷിക്കപ്പെടുന്നവൻ. നീ ഏത് ഗണത്തിലാ? നീ രാത്രി ഉറപ്പ് പ്രാപിച്ചോണം. രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലാണെങ്കിൽ നീ പേടിക്കണ്ട. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ജീവനോടെ ശേഷിയവർ രൂപാന്തരപ്പെടും. 2 ഒരുമിച്ച് മേഘങ്ങൾ എടുക്കപ്പെടും. പ്രത്യാശയുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഇനി ലോകത്തിൽ 3 വിഭാഗം ജനങ്ങളെ ഉള്ളൂ. പള്ളിപ്പാട്ടുകളുടെ ഇവിടെ 3 വിഭാഗം ജനങ്ങളെ ഉള്ളൂ. ഒന്ന്, മെസപ്പൊട്ടോമയിലെ ഊറിൽ നിന്ന് വിളിച്ച് കാണിപ്പാനുള്ള ദേശത്തേക്ക് കൊണ്ടുപോയ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ മകൻ യാക്കോബ് എന്ന് പിന്നീട് ഇസ്രായേലായവന്റെ പിള്ളാരിൽ നിന്നുണ്ടായ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവന്റെ പ്രത്യേകത നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹബക്കൂക്ക് പ്രവചനമൊക്കെ. ഈ കൽദയൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് അവിടെ ഉണ്ട്. ഈറ്റപ്പുലിയേക്കാൾ വേഗതയുള്ളവൻ. സ്തോത്രം. ഒരു രോമത്തിന് പിഴയ്ക്കാതെ, ഉന്നം തെറ്റാതെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവൻ. സ്തോത്രം. ഇനി നമ്മുടെ ബഹുമാനായ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപും, നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് പുടിനും, നമ്മുടെ ഇന്ത്യയുടെ ബഹുമാന്യ പ്രധാനമന്ത്രി മോദി സാറും കൂടെ ചേർന്ന് ഈ നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു സമാധാന കരാറിൽ ഒപ്പിട്ടെന്നിരിക്കട്ടെ. രാവിലത്തെ മനോരമ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്നു, സമാധാന കരാറിൽ ഒപ്പിട്ട്. പത്രം നമ്മുടെ കിട്ടും മുമ്പേ അവൻ 100 ബോംബിട്ടിരിക്കും. ഹലോ, കരാർ അവിടെ കിടക്കും, പത്രം രാവിലെ നമ്മുടെ കിട്ടും. നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ അവനെന്ത് ചെയ്യും? എങ്കിലും അവൻ ഉറക്കം വരും. അതാ ഇസ്രായേൽ. സ്തോത്രം പറയാൻ. 2ാമത്തെ കൂട്ടര് നേരം വെളുത്ത് 5 മണിക്ക് മുമ്പേ 2000 റോക്കറ്റ് ഇസ്രായേലോട്ട് വിടാൻ കഴിവുള്ള ജാതികൾ. സ്തോത്രം. അവനും ഒരു കടുകടയ്ക്ക് മാറത്തില്ല. അപ്പൊ തമ്മിൽ സ്നേഹമില്ലാത്ത, വർഗീയതയുള്ള, വിഭാഗീയതയുള്ള, യുദ്ധക്കൊതിയുള്ള, പകയുള്ള, വിദ്വേഷമുള്ള, കോപമുള്ള, ക്രോധമുള്ള, ശാഠ്യമുള്ള, തമ്മിൽ യോജിക്കാത്ത 2 വല്ലാത്ത ജാതികൾ. ഒന്ന് യഹൂദൻ, 2 യവനൻ. 3ാമത്തെ കൂട്ടര് ഈ പകയും വൈരാഗ്യമുള്ള യഹൂദന്റെ അകത്തുനിന്നും ഈ പകയും വൈരാഗ്യമുള്ള യവനന്റെ അകത്തുനിന്നും
വസ്ത്രം ഉരിഞ്ഞ് താഴെ വെച്ചിട്ട് തോർത്തെടുത്ത് അരയി ചുറ്റി കാല് കഴുകിയവന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത മൂന്നാമത്തെ കൂട്ടര്. നല്ല സ്തോത്രം പറയണം. ഒന്നുകൂടെ ഞാൻ പറയാം. അല്ല പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞവന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത മൂന്നാമത്തെ ഒരു വിഭാഗം. മൂന്ന് വിഭാഗം. 1 യഹൂദൻ, 2 യവനൻ, 3 ഈ രണ്ടിൽ നിന്നും കൂടെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി രക്തം മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വേർതിരിച്ച ക്രിസ്തുവിന്റെ മരിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ. സഭയ്ക്കകത്ത് വന്നിട്ട് ഈ 2 ജാതിക്കുള്ള അസുഖം നിനക്കുണ്ടെങ്കിൽ ഹലോ, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, പൗലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, നിഷ്പക്ഷം. ഹലോ, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ നീ സഭയ്ക്കകത്തില്ലെന്ന് പറയാൻ ഞാൻ വന്നതാ. ഞാൻ നിങ്ങളെ സോപ്പിട്ട് സൂപ്പിക്കാൻ വന്നതൊന്നുമല്ല. ഒരു പാട്ട് പാടി എൻജോയ് ചെയ്യിപ്പിക്കാനും വന്നതല്ല. കുറേ തമാശയും വളിപ്പും പറഞ്ഞ് ചിരിപ്പിക്കാൻ വന്നതല്ല. നീ ഈ 2 ഗ്രൂപ്പിന്റെ സ്വഭാവം വിട്ടിട്ടില്ലെങ്കിൽ നീ ഇപ്പോൾ അതിലേതോ ഒരു ഗ്രൂപ്പിനകത്താ. മെമ്പർഷിപ്പ് ചിലപ്പോൾ IPCയിലോ ചർച്ച് ഓഫ് ഗോഡിലോ ഫുൾ ഗോസ്പലിലോ ഒക്കെ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ മണവാട്ടിക്കകത്ത് കാണത്തില്ല. ഇന്ന് രാത്രി ഞാൻ മണവാട്ടിക്കകത്തുണ്ടെന്ന് ഉറപ്പുള്ളവര് കാര്യം നന്നായിട്ട് അടിച്ചു ദൈവത്തെ ആരാധിക്കണം. നീ ഇന്ന് രാത്രി മറ്റൊന്നും ആയില്ലെങ്കിലും ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ ഹല്ലേലൂയ. രക്ഷ നഷ്ടപ്പെടത്തില്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അതിനൊന്നും എതിരല്ല. അവരവർക്ക് കിട്ടിയ വെളിപ്പാടിൽ അവരവർ പഠിപ്പിക്കട്ടെ. നമുക്ക് അംഗീകരിക്കാൻ ഒക്കുന്നത് അംഗീകരിക്കുക. സ്തോത്രം. മോശ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പേരങ്ങ് വെട്ടിയേര്, എന്നാൽ ഈ ജനത്തെ കൊല്ലല്. വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ നിനക്ക് അക്കരെ കൊണ്ടുപോകാൻ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിവില്ലാത്ത ദൈവം നാട്ടുകാർ പറയാതിരിക്കാൻ അവരെ വെറുതെ വിട്, എന്നെ പേര് വെട്ടിക്കളഞ്ഞേക്കാൻ പറ. അങ്ങനെയാണ് ജീവന്റെ പുസ്തകത്തിന് പേര് വെട്ടാമെന്ന് ആരെഴുതി പറ. എഴുതാൻ അറിയാമെങ്കിൽ വെട്ടാനും അറിയാം. ഇന്ന് രാത്രി ഉണ്ടെന്ന് ഉറപ്പാക്കിക്കോണം. ജീവപുസ്തകത്തിൽ പേര് കാണാത്ത ഏവനും, അത് കാൽഗറി പെന്തക്കോസ് ആയാലും കുഴപ്പമില്ല, കാൽവറി പെന്തക്കോസ് ആയാലും കുഴപ്പമില്ല, ന്യൂ ഇന്ത്യ ആയാലും കുഴപ്പമില്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറയാം. ജീവപുസ്തകത്തിൽ ബാക്കി നിങ്ങൾ പറ, പേരെഴുതി കാണാത്ത ഏവനെയും അത് ഞാൻ പറഞ്ഞു നിങ്ങളെ വരുത്തുന്നില്ല. ഇന്ന് രാത്രിയിൽ 3 കൂട്ടർ. 1 പകയും വൈരാഗ്യം യുദ്ധക്കൊതിയുള്ള രക്തദായികളായ യഹൂദന്മാര്. 2 ആരുമായി ഒരു കോംപ്രമൈസിംഗും ഏക്കാത്ത നമ്മുടെ ഗോലിയാത്തിന്റെ ജാതിയിൽപ്പെട്ട യവനന്മാര്. 3 ഈ ജാതിക്കകത്തുനിന്ന് സ്നേഹത്തിന്റെ നിറകുടമായി ഇന്നലെ കേട്ടപ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിപ്പാൻ തക്കവണ്ണം നശിച്ചു പോകാതെ നമ്മെ സ്നേഹിച്ച യേശുവിന്റെ സ്നേഹത്താൽ വീണ്ടെടുത്ത സഭ ഇന്ന് രാത്രി സന്തോഷത്തോടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് യേശു വരുന്നത് സഭയെ ചേർക്കാന്. ഹല്ലേലൂയ. ആരാണ് പോകുന്നത്? 1 പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം. വേഗം വായിക്കണം, സമയം ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഇല്ലേ വാക്യം? 2 പത്രോസ് ന്യായവിധി ദിവസത്തിലെ 1-ാം അധ്യായം 10-11 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നമ്മുടെ കർത്താവ്, അവിടെ എല്ലാം എഴുതിയ പദം ഭയങ്കര കേട്ടോ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
പ്രാപിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോകണമെങ്കിൽ ആദ്യം സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇന്ന് രാത്രി അധികം ഉറപ്പാക്കി. ഇത് എഴുതിയത് എടറിപ്പോയൊരു മനുഷ്യനാണ്. ഹലോ, പുള്ളി വാചകം അടിച്ചു. ആണ്ടർദിക്കായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ന്യൂ ഇയറിനാണോ എന്നും അറിയത്തില്ല. പുള്ളി പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ, എന്നെ കൊന്നിട്ടല്ല നിന്റെ രോമത്തിലാരും എന്നൊക്കെ പുള്ളി വീമ്പിളക്കി. സ്തോത്രം. പക്ഷെ ഒരു തൂപ്പുകാരി വന്നപ്പം പുള്ളി ജീവനും കൊണ്ട് ഓടി, പ്രാഗി ആണയിട്ട് മുടി പിച്ചിപ്പറിച്ച്, അല്ല അവസാനം മീൻ പിടിക്കാനും പോയി. സ്തോത്രം. യേശു ചെന്ന് ചോദിച്ചു, എടാ കുഞ്ഞെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ നീ കുഞ്ഞാടുകളെ മേയ്ക്ക്. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുദപിച്ച് മടങ്ങി വന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രിയിലും കർത്താവിനെ ആകെ അറിയേണ്ടത് നീ ഒത്തിരി കൈയടിച്ചോന്നോ പാസ്റ്റർ വന്ന് കൈയടിപ്പിച്ചോന്നോ അല്ല അറിയേണ്ടത്, നിനക്ക് കർത്താവിനോട് സ്നേഹമുണ്ടോന്നാ. നീ യോഗത്തിന് വരുന്നെങ്കിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി. നീ കൈയടിച്ച് ആരാധിക്കുന്നെങ്കിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആരാധിച്ചാൽ മതി. ഓ, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇതിനകത്ത് എത്ര പേര് ആത്മാർത്ഥമായി പറയും, ഞാനും എൻ്റെ ആത്മമണവാളനായ യേശുവും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് ലോകത്തിൽ ആരെയും പേടിയില്ലായിരുന്നു. അത് ഞാൻ ഞങ്ങളുടെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ചായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യം വേഗം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചാണ്. നമ്മുടെ PYP ഒക്കെ വായിക്കുന്ന പോലെ വായിച്ചേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. സഭയ്ക്ക് ഒത്തിരി പുരുഷന്മാരില്ല കേട്ടോ. ഹലോ, എന്നെ നോക്കിയേ. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു ഹല്ലേലൂയ പറയണം. യേശു വരുന്നത് നിർമ്മല കന്യകയെ ചേർക്കാനാ. ഒരു കാർമികൻ പൗലോസ്, മണവാളൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ, മണവാട്ടി സഭ എന്ന നിർമ്മല കന്യക, എതിരാളി അവയെ ചതിച്ച സർപ്പം. എന്താ സർപ്പം ചെയ്തേ? ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളഞ്ഞു. എന്താ നിർമ്മലത? നിർമ്മലത എന്ന വാക്കിന്റെ അർത്ഥം എബ്രായ പദത്തിൽ ഹാക്കിനിയോ എന്ന് എഴുതിയേക്കുന്നത്. ഹാക്കിനിയോ എന്ന് പറഞ്ഞാൽ യാഗാർപ്പണ യോഗ്യമായ വസ്തു. ഒരു ഹല്ലേലൂയ പറയണം. കുറ്റമില്ലാതെയുള്ള യാഗമൃഗം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹൂദന്റെ ആലയത്തിൽ യാഗം കഴിക്കാൻ കൊണ്ടുചെന്നാൽ കൊണ്ടുചെല്ലുന്നതിനെ എല്ലാം പിടിച്ച് യാഗപീഠത്തെ വെക്കത്തില്ല. ഒരു നിരീക്ഷണ വിഭാഗമുണ്ട്, നിരീക്ഷണ സംഘം. ആ കാര്യത്തിൽ PhD എടുത്തവരാ. നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരെക്കാട്ടിൽ ഒരു മൃഗത്തെ കണ്ടാൽ അതിൻ്റെ ത്വക്കെ പിടിച്ചാൽ അതിൻ്റെ ത്വക്കിൽ എവിടെയെങ്കിലും കുഷ്ഠമുണ്ടോ, മാംസപുഷ്ടിയുള്ളതാണോ, ഉളുക്കോ ഒടുവോ ചതവോ ഉണ്ടോ, ഞൊണ്ടിയതോ മുടന്തിയതോ ആണോ, പൊട്ടക്കണ്ണാണോ, കണ്ണ് കാണാമോ, പല്ലെല്ലാം ഉള്ളതാണോ, ചെവി കേൾക്കുന്നതാണോ എന്നെല്ലാം ഈ നിരീക്ഷണ വിഭാഗം തല മുതൽ കാലുവരെ വാലുവരെ പരിശോധിക്കും. എന്നിട്ട് അവരെഴുതും ഹാക്കിനിയോ. അപ്പൊ വാളുമായിട്ട്, ചോര ഒഴുകുന്ന വാളുമായിട്ട് യാഗാർപ്പകന്മാർ നിൽക്കുക. അവരെ നോക്കിയിട്ട് അവരെ ഗ്രീക്ക് പദത്തിൽ പറയും തമ്മീം എന്ന് പറഞ്ഞാൽ യാഗപീഠത്തെ കയറ്റിക്കോ.
ഇത് കേട്ടാ പിന്നെ കാലും കൈയും കെട്ടി യാഗപീഠത്തെ കയറ്റുകയാ. ഹലോ, ഊനമില്ലാത്തത് യാഗാർപ്പണ യോഗ്യം, അതാ നിർമ്മലമായത്. സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, മറ്റൊന്നും എനിക്കില്ലെങ്കിലും നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണം. സ്വത്രം ചെയ്തേ. ഇന്ന് രാത്രി എല്ലാരെയും കൂടെ വാരിക്കൊണ്ട് പോകാനല്ല യേശു വരുന്നത്. ഒരു നിർമ്മല കന്യകയെ ചേർക്കാൻ സന്തോഷമുള്ളവര് മാത്രം അക്കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഒരു നിർമ്മല കന്യകയെ ചേർക്കാൻ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പുറകിൽ ഒരു ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഗദസമനിരിക്കുമ്പോൾ പള്ളിപ്പടകളും പൗരോഹിത്യ സംഘമയച്ചവരും തീവട്ടിപ്പന്തങ്ങളും വടിയും വാളുമായി വന്ന് ഈ ആട്ടിൻകുട്ടിയെ പിടിച്ചുകെട്ടി വലിച്ചിഴച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്ക കൊണ്ടുപോയി. ഖന്നാവ് പറഞ്ഞു, ഊനമൊന്നുമില്ല. കയ്യപ്പാവ് പറഞ്ഞു, ഊനമൊന്നുമില്ല. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി. ആരാന്നറിയാമോ? 35 പരീശന്മാരപ്പുറത്ത്, 35 സദൂക്യർ ഇപ്പുറത്ത്, നടുക്ക് ഒരു വലിയ കസാറയിൽ മഹാപുരോഹിതരിക്കുന്ന 71 പേരടങ്ങുന്ന ഒരു ന്യായാധിപ സംഘം. അവര് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞാടി കുറ്റമൊന്നുമില്ല. എന്നിട്ടും വിശ്വസിക്കാതെ പീലാത്തോസിന്റെ അരമനെ കൊണ്ടുപോയി. പീലാത്തോസ് പറഞ്ഞു, ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഹേരോദാവ് പറഞ്ഞു, ഞാനൊരു കുറ്റവും കാണുന്നില്ല. തിരിച്ച് പിന്നെ പീലാത്തോസ് വന്ന് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അരമനയെന്ന് രാഞ്ഞി കത്തെഴുതി കൊടുത്തു വിട്ടു, കുറ്റമില്ലാത്ത കുഞ്ഞാടാ, നീ സൂക്ഷിച്ചിടപെട്ടോളൂ. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഗദസമന മുതൽ ഗാഗുൽത്തായുടെ കൊടുമുടി വരെ കുറ്റമില്ലാതെ നിർമ്മലരായ ഒരു കുഞ്ഞാട്. നല്ലപോലെ കരമടിച്ചൊന്ന് ആരാധിക്കണം കേട്ടോ. നീ ആരാധിക്കുന്ന യേശു ആരെന്നറിഞ്ഞു വേണം ഈ രാത്രി ആരാധിക്കാൻ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, ഒന്ന് പറഞ്ഞ എല്ലാരും, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. യാഗാർപ്പകൻ നോക്കി നിൽക്കുമ്പോൾ സ്വന്തം തോളിലോട്ട് തലചായ്ച്ചു പ്രാണൻ എവിടുന്ന് കണ്ടപ്പോൾ അവൻ ഞെട്ടി വിറച്ചു. ഭൂമി കുലുങ്ങുന്നു, പാറകൾ പിളരുന്നു, സൂര്യൻ ഇരുളുന്നു, 3 മണിക്കൂർ അന്ധകാരം, കല്ലറകൾ തുറക്കുന്നു. യാഗാർപ്പകൻ പറഞ്ഞു, വാസ്തവമായി ഇവനൊരു കുറ്റവുമില്ലായിരുന്നു. കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ സഭയുടെ നാഥൻ, ആത്മമണവാളൻ, കുറ്റമില്ലാത്തവനാ, നിർമ്മലനാ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയണം. പ്രതിയോഗിയുടെ ചങ്കത്ത് ചവിട്ടി അവന്റെ കഴുത്തും വെട്ടി നാക്കും നീട്ടി കുന്തവും പിടിച്ചൊന്നും ഇരിക്കുന്ന ആളല്ല എൻ്റെ യേശു. അവൻ നിർമ്മലനാ. സ്തോത്രം പറയണം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും ആരാകണം. പൗലോസിന് കയ്യെ ചുറ്റുന്ന പാമ്പിനെ പേടിയല്ല. മെലിത്തയിൽ മാത്രമുള്ള ഒരു പാമ്പ്. ആ പാമ്പ് മെലിത്തയിലേ ഉള്ളൂ. അതിൻ്റെ പേര് ദുഷ്ടജന്തു എന്നാ ഒരല്ലി പറഞ്ഞ്. അത് കടിച്ചാൽ ഒന്നിൽ വീർത്തിയാവും. അപ്പൊ റെഡിമെയ്ഡ് പൊട്ടി പറ്റത്തില്ല. ഹലോ, അല്ലെങ്കിൽ ചത്തു വീർക്കും. രണ്ടിലൊന്നും സംഭവിക്കും. ഒന്നീ വീർത്തിയാകും, അല്ലെ ചത്തു വീർക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലോസ് അനലി കടിച്ചാൽ പേടിക്കത്തില്ല. തീക്കകത്തൊന്ന് കുടഞ്ഞു. ഏത് പ്രശ്നം ഒന്ന് കുടഞ്ഞാൽ തീരുവന്നേ ഒരല്ലേലൂയ പറയണം. പിന്നെ ഹല്ലേലൂയ. അതിനല്ലേ ഈ മോശ 40 വർഷം ഓടി കേട്ടോ. എനിക്ക് തോന്നുന്നു ഉലകത്തിൽ പറവോനെ പേടിച്ച്, ഒരു ശത്രുവിനെ പേടിച്ച് മാരത്തോൺ ഓട്ടം ഓടിയൊരു മനുഷ്യൻ ഇളെ കാണത്തുള്ളൂ. 4 പതിറ്റാണ്ട്. അത് മരുഭൂമി കൂടെ തന്നെ. പിന്നെ ഒരു സന്തോഷമുള്ളത്, ഓടി 40ാമത്തെ വർഷം പുള്ളി മരുഭൂമിക്ക് അപ്പുറത്തെത്തി. എന്നെങ്കിലും ഒരിക്കലും മരുഭൂമിക്ക് അപ്പുറത്ത് എത്തിയല്ലോ. സ്വതന്ത്രം പറഞ്ഞില്ല, നല്ല രീതിയിൽ പറയണം. പിന്നെ ജീവനെ കൊണ്ട് ഓടി മരുഭൂമിക്ക് അപ്പുറത്ത് എത്തിയപ്പോൾ ഒരു അപൂർവ കാഴ്ച. മരുഭൂമിക്ക് അപ്പുറത്ത് എത്തിയപ്പോൾ ഒരു അപൂർവ കാഴ്ച. നല്ലതുപോലെ തീ കത്തുന്നു, പക്ഷെ മുള്ള് വേഗുന്നില്ല. ഇതെന്നാന്ന് കാണാൻ പുള്ളി അങ്ങോട്ട് ഓടി. അവിടെ ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മോനെ വടി താഴെയിട്. താഴെയിട്ട വടി എന്തായി?
പാമ്പായി. പുള്ളി ഇങ്ങോട്ട് ഓടി. ഒരല്ലേ പറഞ്ഞേ, ഓടുന്ന ജീവിതകാലം മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഏലിയാവ് മുട്ടുമടക്കെടുത്തൊന്നും എഴുന്നേറ്റില്ല. മുട്ടുമടക്കി തല കാലിനിടയിലിട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. പക്ഷേ ഒരുത്തൻ വന്നിട്ട് 7 പ്രാവശ്യം അങ്ങോട്ട് ഓടി, 7 പ്രാവശ്യം പ്രാർത്ഥിക്കാത്തവൻ ജീവിതകാലം മൊത്തം ഓടിക്കൊണ്ടിരിക്കും. 7 അങ്ങോട്ട് 7 ഇങ്ങോട്ട്. അവൻ അവസാനം ഒരു കയ്യോളം വിടുതൽ കണ്ടു. പക്ഷെ മുട്ടുമടക്കിയവൻ വലിയ മഴയുടെ മുഴക്കം കേട്ടു. ഇന്ന് രാത്രി നീ ഓടി നടന്നിട്ട് കാര്യമില്ല. നീ ഇന്ന് രാത്രി ദൈവസന്നിധി മുഴങ്കാലും അടക്ക്. ദൈവം നിനക്ക് വിടുതൽ. സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ മോശയോട് പറഞ്ഞു, എടാ കുഞ്ഞെ ഓടാന്നോട് കുറെ കാലമായില്ലേ, എടാ അതിന്റെ വാലെ പിടിയടാ. വാലെ പിടിച്ചു. അതെന്തായി? മടി. ഇത്രയേ ഉള്ളു മോനെ പ്രശ്നം. നിന്നെ ഈ 40 വർഷമായിട്ട് ഓടിക്കുന്ന ഈ പ്രശ്നം നിന്റെ കയ്യിൽ ഒതുങ്ങുന്ന കേസേ ഉള്ളൂ. ഹലോ, എടാ കത്തുന്ന മുൾപ്പടർപ്പിലെ ദൈവസാന്നിധ്യം അനുഭവിച്ചതിൻ്റെ മുമ്പിൽ പണം ഉയർത്തി ആടുന്ന ഒരു പോരും വിഷയമല്ല. നീ അതിന്റെ വാലെ പിടിച്ചാൽ നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു പോരില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ചു ദൈവത്തെ ആരാധിച്ചു. ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ചോദിച്ചു, നിന്നെ ആരാടാ പോയി ഞങ്ങളുടെ ലീഡറാക്കി? തമ്പുരാൻ പറഞ്ഞു, ഈ വടി പാമ്പ് വടിയായതുപോലെ കയ്യിൽ അത് ഒതുങ്ങും. ഇസ്രായേൽ ഒതുങ്ങും. നിന്നെ കൊല്ലുമെന്ന് പറവോൻ ഈ കൈക്കകത്ത് ഒതുങ്ങും. സ്വതന്ത്രം പറഞ്ഞേ. ഇന്ന് രാത്രി വിശ്വാസി ധൈര്യപ്പെടണം, നല്ലപോലെ ധൈര്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരാം. സഭയെ ചേർക്കാൻ കർത്താവ് വരികയാണ്. ആരെയാണ്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയവർ. 2 നിർമ്മല കന്യകയെ. ഹലോ, നീ ഇന്ന് രാത്രി നിർമ്മല കന്യകയാന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രാഗൽഭ്യത്തോടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി അങ്ങ് ശരിയായാൽ മതി. ഇവിടെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ നിൽക്കും, കറിയാച്ചൻ പാസ് ഇവിടെ ഇരിക്കും, പക്ഷെ രക്തം ലൈവായിട്ട് ഒഴുകുക. നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവേ, പണ്ട് ഞങ്ങൾ CSCയിലായിരുന്നപ്പോഴൊക്കെ ആ പാടുമായിരുന്നു കേട്ടോ. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ആത്മശുദ്ധി, നിഷ്കളങ്കമോ നിൻ ഈ കുളിച്ചോ. ഈ രാത്രി കഴുകുന്ന രക്തം ഇവിടെ ഉണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഒരല്ലേ പറഞ്ഞേ. 2, ഈ രക്തം ഇന്ന് രാത്രി സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാ. നിന്റെ അധരം കൊണ്ടോ ഹൃദയം കൊണ്ടോ നീ ഒരു പാപം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏറ്റു പറഞ്ഞേ, ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ നീ കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് കാരാഗ്രഹം വിഷയമല്ല. കാരാഗ്രഹം ഇട്ടാൽ കാരാഗ്രഹ പ്രാണിക്കും കാരാഗ്രഹ ഉടമസ്ഥർക്കും പ്രശ്നം വരുമെന്നേ ഉള്ളൂ. അതിൻ്റെ അടിത്തറ പുള്ളി ഇളക്കും. പിറ്റേ ദിവസം പുതിയ കൊട്ടേഷൻ വിളിക്കണം. കാരാഗ്രഹം പണിയാൻ വേണ്ടി 3.5 കോടി രൂപ അനുവദിച്ചേക്കുന്നു. അപ്പം പിടിച്ചിടാതിരിക്കുന്നതല്ലേ നല്ലേ. ഇനി അഥവാ അടിത്തറ ഇളക്കാൻ ഒത്തില്ലെങ്കിൽ പുള്ളി ഒരു ലേഖനം എഴുതും. ശല്യം മൂത്ത് വെളിവിട്ടാൽ പുള്ളി സഭ സ്ഥാപിക്കും. ഇനി കല്ലെറിഞ്ഞ് പുള്ളിയെ വഴിയിലിട്ടാൽ പുള്ളി കൊട്ടയ്ക്കകത്ത് ചുമ്മിക്കൊണ്ട് പോയിട്ട് അടുത്ത കവലയ്ക്ക് പോയി പരസ്യവും നടത്തും. ഒരല്ലേ പറയണം. ഉലകത്തിലൊന്നിനെയും പുള്ളിക്ക് പേടിയില്ല കേട്ടോ. പുള്ളിക്ക് ആകെ പേടി സഭയുടെ നിർമ്മലത പോകുമോന്നായിരുന്നു. ഇന്ന് രാത്രി എൻ്റെയും പേടി അതാ. സഭയുടെ അല്ലെ പള്ളി വിട്ട്, പള്ളിക്കൂടം വിട്ട്, കോളേജ് വിട്ട്, ആഭരണം വിട്ട്, ഹല്ലേലൂയ മീശ വിട്ട്, മുടി വിട്ട്, വെള്ളയിട്ട് ഇറങ്ങിത്തിരിച്ച നിന്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എനിക്കുമുണ്ട്. ഇന്ന് രാത്രി പ്രിയരെ, എന്തിൻ്റെയെങ്കിലും പുറകെ പോയി അല്ലെ 350 രൂപയുടെ പൊട്ടക്കസാറയ്ക്ക് വേണ്ടിയോ, ബംഗാളി ഉണ്ടാക്കിയ ഉഴുന്നുപടയ്ക്ക് വേണ്ടിയോ, ഒരു കടുങ്കാപ്പിക്ക് വേണ്ടിയോ, നിന്റെ സ്ഥാനത്തിന് വേണ്ടിയോ കൃപ വിറ്റ് കളയല്ലേ. ഇന്ന് രാത്രിയിൽ നിർമ്മല സൂക്ഷിപ്പാൻ സന്തോഷമുള്ളവർ മാത്രം കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എന്തെങ്കിലും കണ്ട് പ്രലോഭിപ്പിച്ച് സഭയുടെ നിർമ്മലത പോകാതെ. കല്യാണം നടക്കുന്ന പാരിഷ് ഹാളിന്റെ വാതിക്കൽ 2 വണ്ടി പൂക്കൾ അണിഞ്ഞു കിടക്കുക. ഭാര്യ വീട്ടുകാര് 5 വളയമുള്ള ഓടിയ വന്നെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാര് ബെൻസേ വരും. സ്തോത്രം. വണ്ടിയുടെ വലിപ്പം അനുസരിച്ചും ക്യാമറക്കാരുടെ സിസ്റ്റം അനുസരിച്ചൊക്കെ കുടുംബത്തിന്റെ വകുപ്പ് നമ്മൾ അറിയുന്നേ. അടുത്ത ആൾ റേഞ്ച് റോവറെ വരും.
എല്ലാവരും പറയും ഡ്രൈവർ ഉറങ്ങും, വണ്ടി നിർത്തത്തില്ല, ന്യൂട്രലിട്ടിട്ട് AC ഇട്ടേച്ച് ഇറങ്ങിപ്പോരും. അരമണിക്കൂർ കഴിയുമ്പോൾ അകത്തുനിന്ന് അധ്യക്ഷൻ പറയും, ഇപ്പോൾ ബ്രൈഡൽ മാർച്ചിന്റെ സമയമാണ്. നിയുക്ത മണവാളനും മണവാട്ടിയും താനായി തന്നെയോ അല്ലെ ബന്ധുക്കളുമായി ബ്രൈഡൽ മാർച്ചായി കയറി വരുമ്പോൾ ഗായക സംഘം ഒരു മ്യൂസിക് ഇടും. ഹലോ, ഇറങ്ങുന്ന കൊച്ചിനെ കാറിൽ നിന്ന് ഇറങ്ങും, വീട്ടിൽ നിന്ന് കയറിയിട്ട് 10 മിനിറ്റ് ആയി കാണത്തുള്ളൂ. പക്ഷെ ഇറങ്ങുമ്പോൾ വീട്ടിൽ ഒരുക്കിയ ആ കൊച്ചിറങ്ങി വന്നിട്ട് ആ രാത്രി മൊത്തം ബന്ധപ്പെട്ട് ഇങ്ങനെ കമ്പി പോലെ ആക്കി കണ്ണിൻ്റെ മേളിൽ കൂടിയിട്ട് മുടിയൊക്കെ ഒന്നുകൂടെ പിടിച്ചിടും. ഹലോ, വരുന്ന പങ്കപ്പാടെ എൻ്റെ പൊന്നച്ച ചിലരതൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയാം, ചാച്ചാൻ കല്യാണം നടത്തിയാൽ ഞങ്ങളെന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ എനിക്കൊരു മുഖപരിചയം കിട്ടുന്നത്, കാരണം നമ്മുടെ സ്റ്റേജിൽ കണ്ട മുഖമേ അല്ല. ഒരല്ലേ പറയണം. 2 പിള്ളേരുമായി ഓവർനൈറ്റുമായി ഡ്യൂട്ടിയൊക്കെ ആകുമ്പോൾ ഷെയ്പ്പെല്ലാം മാറിയേ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കണ്ട മുഖമേ അല്ല. ഒരല്ലേ പറയണം കേട്ടോ. അപ്പോൾ ഈ കൊച്ചിനെ ഒന്നുകൂടെ മേക്കപ്പ് ചെയ്ത് ആ ഉടുപ്പൊക്കെ ഒന്നുകൂടെ പിടിച്ചിട്ട് ആ സാരിയൊക്കെ ഒന്നുകൂടെ ചുറ്റി ആ ക്ലിപ്പൊക്കെ ഒന്നുകൂടെ വലിച്ചിട്ട് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലേ? അതിന് ഫൈനൽ ടച്ച് എന്നാണ് പറയുന്നത്. സ്തോത്രം പറയണം. സഭയുടെ ലാസ്റ്റ് ടൈമാണ് ഈ കൺവെൻഷൻ വെച്ച് നിന്റെ ഫൈനൽ ടച്ച് നടക്കുക. പിന്നെ മണവാളിന്റെ കൂടെ ഇരുത്താൻ സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ ആത്മ മണവാളനായ നിർമ്മലനായ യേശുവിന്റെ പന്തിയിൽ നിന്നെ കൊണ്ട് ഇരുത്താനുള്ള ഫൈനൽ ടച്ച് നടക്കുകയാ. സന്തോഷമുള്ളവർ മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് പ്രിയരേ, യേശു വരാറായി. വിശ്വസിക്കുന്നവര് മാത്രം കരം നന്നായിട്ട് അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജുഗരമന ബലബരബ ശൈഡരാധരാധരാജ റൗഷാരമന. ആരാണ് കർത്താവ് വരുമ്പോൾ പോകുന്നത്? സമയം ഓടിപ്പോന്നെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് എനിക്ക് തരുമല്ലോ. എല്ലാവരും കൂടെ കൈപൊക്കാமல் ഞാൻ നിൽക്കാം. ഞാൻ സമയത്തെ കൃത്യമായി പാലിക്കുന്ന ആളാണ്. ശുശ്രൂഷ ഉണ്ടെങ്കിലും വിവരം പോയിട്ടില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ അച്ചായ എന്നെ ഒരു അമ്മച്ചി രാത്രി ഒരു കല്യാണ ശുശ്രൂഷ കണ്ടിട്ട് വിളിക്കുക. ഇപ്പോഴും ചങ്ങിനകത്ത് കിലുക്കം മാറിയിട്ടില്ല കേട്ടോ. എന്നെ അമ്മച്ചി വിളിച്ച് പറഞ്ഞു, പാസ്റ്റപ്പച്ച, ഞാൻ 72 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് വിളിക്കുന്നേ, ഒരു അമ്മാമ്മയെ വിളിക്കുന്നേ. പിന്നെ 10-90 വയസ്സുള്ള ഉണ്ടല്ലെന്നാ ഇന്നത്തെ ശുശ്രൂഷ ഭയങ്കര ശുശ്രൂഷയാണ്. ഹലോ, എന്നോട് പറഞ്ഞു എനിക്ക് 10-90 വയസ്സുണ്ടേൽ. അപ്പം ഞാൻ അമ്മച്ചിന്ന് വിളിച്ചു. അമ്മച്ചിക്ക് 72 എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞു, അങ്ങനൊന്നും വിളിക്കണം, എനിക്ക് അതിനുള്ള പ്രായമൊന്നുമില്ലെന്ന്. അമ്മച്ചിക്ക് അതിനുള്ള പ്രായം അല്ലേ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കും വേണമെങ്കിൽ ഒരു 10-300 രൂപ മുടക്കാമെങ്കിൽ നിങ്ങൾ കണ്ട ഒരു 35 വയസ്സൊക്കെ തോന്നിക്കും. അതെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. കർത്താവ് ആർട്ടിഫിഷ്യലായി പൊട്ടിയിട്ട് ഒരു ആൻറ്റിയെ ചേർക്കാനല്ല വരുന്നേ. എന്നോട് പിണങ്ങല്ലേ, ഞാൻ ആവർത്തിച്ച് പറയുന്നു. അല്ലേ പയറുപൊടിയും മഞ്ഞൾ പൊടിയും വാരിയിട്ട് പുട്ടിയിട്ട് ക്യൂടെക്സും പരട്ടി ലിപ്സ്റ്റിക്കും പരട്ടി മുടിയും കറപ്പിച്ച അല്ലേ ഒരു ആൻറ്റിയെ ചേർക്കാനല്ല വരുന്നത്, നിർമ്മല കന്യകയെ ചേർക്കാനാ. ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഒരു നിർമ്മല കന്യകയായി സന്തോഷമുണ്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ആരാ നിർമ്മല കന്യക? ഗലാത്യലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ എല്ലാരും പറഞ്ഞേ ക്രിസ്തുവിനുള്ളവര്. ആരാ എടുക്കപ്പെടുന്നേ? ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവര്. അപ്പൊ ആരേ പോകത്തുള്ളൂ? ക്രിസ്തുവിനുള്ളവരെ പോകത്തുള്ളൂ. ആരാ ക്രിസ്തുവിനുള്ളവര്? ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചവർ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തെ എല്ലാം കൂടെ ക്രൂശിച്ച ഒരാൾക്ക് മാത്രമേ വരവെങ്കിൽ പോകാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ മുഖത്തൊരു പ്രയാസം പോലെ, ലൈറ്റിൻ്റെ കുഴപ്പമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, എന്നെ ദേഹോദ്രവിപ്പിക്കാൻ അതങ്ങ് വിടണം. പക്ഷേ
നിത്യത കളയല്ല. പറഞ്ഞേ, എനിക്ക് വേറെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ നിത്യത പോകല്ലെന്ന് ഇന്ന് രാത്രി കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആരുടെയും പക്ഷം ചേരല് കേട്ടോ. യേശുവിൻ്റെ കൂടെ നിന്നു, യേശുവിൻ്റെ കൂടെ നിന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വിവരിക്കുന്നില്ല. ഫിലിപ്പിയർ 2:5 പറഞ്ഞു, ക്രിസ്തുയേശുവിലെ ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. വിവരിക്കുന്നില്ല. റോമർ 8:9, 8:11 രണ്ട് വാക്യം വേഗം വായിച്ചേ. ശ്രദ്ധിച്ച ആ വാക്യം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളായ നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, അവനുള്ളവനല്ല. ഇനി അതിന്റെ 11ാമത്തെ വാക്യം ഇവിടെ വായിച്ചൊന്നുകൂടെ വായിച്ചു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും, ആത്മാവില്ലെങ്കിലോ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മുടെ പിതാക്കന്മാർക്ക് അത് മനസ്സിലായതുകൊണ്ട് അന്ന് ഇങ്ങനത്തെ ജോയിച്ചാൻ്റെ വീടുള്ള വീടൊന്നുമില്ല, കൊച്ചു സംവിധാനങ്ങളാണ്. ഓലപ്പര, ഓല കൊണ്ട് തന്നെ മറ കെട്ടിയേക്കുന്നു, ചാണകം തൊണ്ടും കൂടെ ചേർത്ത് ചതച്ച് തറ മെഴുകുന്നു, പുൽപ്പായോ അല്ലെങ്കിൽ ഓലക്കീർ മെടഞ്ഞതോ ഒക്കെ ഇട്ട് അതിന് മണ്ടയ്ക്കിരുന്ന് പഴയ പൊട്ടിയ തമ്പാറും ടാമറും കൊട്ടി ആരാധിക്കുന്നു. തീപ്പെട്ടി മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തൊണ്ടിനകത്ത് അയലോക്കത്തുനിന്ന് തീ മേടിച്ച് ഊതിക്കൊണ്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്ന് അടുപ്പി കത്തിക്കുന്നു. മണ്ണെണ്ണ വായ്പ മേടിക്കുന്നു. നിങ്ങൾ വല്ലതും മേടിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം കണ്ട് അന്നേ ഗ്യാസ് അടുപ്പാന്ന് തോന്നുന്നു. പിന്നെ അന്ന് ഈ ഹാലജനൊന്നുമില്ല, ഡിജിറ്റൽ സംവിധാനമില്ല, റാന്തൽ വിളക്ക്. ഞങ്ങളുടെയൊക്കെ കാലം പെട്രോമാക്സ് ആയി. അത് സൈഡിൽ കൂടെ ഒക്കെ ചോരുന്നതിന് തലയെ ചുമ്മിക്കൊണ്ട് പോകുമ്പോൾ തോർത്തൂടെ വെച്ചാൽ ചുമ്മുന്നേ, പാരം കൊണ്ടല്ല, തലയിൽ മണ്ണെണ്ണ വീഴാതിരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈവദാസന്മാർ നിങ്ങളെ ഹല്ലേലൂയ പറയിപ്പിക്കുന്ന പോലെ ഇതിനകത്ത് തീ പാടണം ഇങ്ങനെ കിളരും. ഉടനെ പന്തലിന് തീ പിടിക്കാതിരിക്കാൻ താത്ത് വെച്ച് ഞങ്ങൾ 4 കാറ്റടിക്കും. ഹലോ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്നൊക്കെ പറയത്തില്ലേ? സ്വത്രം പറഞ്ഞില്ല. തീ പിടിക്കാതിരിക്കാൻ ചെയ്യുന്ന ഒരു മാർഗമാണ്. അങ്ങനെ കാറ്റടിച്ചൊക്കെ ഒരു പരുവത്തി ഞങ്ങൾ യോഗത്തിൽ കൊണ്ടുപോയി യോഗം തീരും. അങ്ങനെയൊക്കെ ആയിരുന്നേ. അങ്ങനെയൊക്കെ അന്നൊക്കെ അപ്പച്ചന്മാർ പറയും, കുഞ്ഞെ അഭിഷേകം പ്രാപിക്കണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണ് നിങ്ങൾ ക്ഷമിച്ചാണ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ KEപ്ര സാർ എന്ന് പറയുന്ന മാന്യനായ ഉണ്ണുണ്ണി സാർ IPC സഭയുടെ കുമ്പനാട് കൺവെൻഷന് പന്തലിടാൻ വേണ്ടി ഒരുത്തൻ വന്നിട്ട് കാല് നാട്ടാൻ നോക്കിയപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എടാ അഭിഷേകം പ്രാപിച്ചാണോ? അവൻ പറഞ്ഞു, അഭിഷേകമോ? ഇല്ല, നീ അങ്ങോട്ട് മാറ്. എടാ ഇത് കൺവെൻഷൻ്റെ പന്തൽ നാട്ടുവാ, അഭിഷേകം പ്രാപിച്ചുമ്പോൾ നാട്ടം. അതായിരുന്നു ബെന്തക്കോസ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ പൊന്നു ദൈവദാസ, അഭിഷേകം പ്രാപിക്കാത്തവനെ കൊണ്ട് പന്തലിന് കാല് നാട്ടിക്കത്തില്ലായിരുന്നു. ഒരു കാലം ബെന്തക്കോസിനുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ സഭ നിർമ്മലമായിരുന്നു. വലിയ ഹോളില്ല, AC ഒന്നുമില്ലായിരുന്നു, കൊയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടറേറ്റുള്ള പാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു, ഉപദേശിമാരെ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞേ, അന്ന് പെയ്ത്തുവമില്ലായിരുന്നു, വിശ്വാസ ഭവനമാ. പിന്നെ പാസ്റ്ററായതും പെയ്ത്തുവമായതും പിന്നെ ഡോക്ടറായതും ഒക്കെ അന്നിതൊന്നുമില്ല. പാവപ്പെട്ട ഉപദേശിമാര് പകല് കയ്യാല പണിക്കും ആശാരിപ്പണിക്കും പോകും, രാത്രി വന്ന് പ്രസംഗിക്കും കേട്ടോ. പക്ഷെ അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു, രോഗി സൗഖ്യമാകുമായിരുന്നു, ജനത്തിന് പാപബോധം ഉണ്ടാകുമായിരുന്നു, ജനം കണ്ണീരോടെ കരയുമായിരുന്നു, അല്ലെങ്കിൽ അവർ ഏറ്റുപറയുമായിരുന്നു, അവരുടെ ഇടയിലേക്ക് ആത്മാവ് ഇറങ്ങുമായിരുന്നു. അവർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു, ബന്ധനങ്ങൾ അഴിയുമായിരുന്നു, പൈശാചിയെ കെട്ടഴിയുമായിരുന്നു. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ രാത്രിയിൽ ഇവിടെ
ഓ ജീവാരാമന ശാന്താരാധാര വൈഡാരാമന. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ആരാധിക്കേ. ദൈവത്തിന് ഒരു മണവാട്ടിയെ വേണം, കർത്താവിനൊരു കാന്തയെ വേണം. ആരാ കാന്ത? പാപമെന്ന കുറ്റം ബാധിച്ച മനുഷ്യന് കുഷ്ഠരോഗ സൗഖ്യം വന്നാൽ ആ കുഷ്ഠരോഗി 2 പ്രാവും കുഞ്ഞുങ്ങളുമായിട്ട് ആലയത്തിൽ വരണം. ഒരു ഉറവെള്ളത്തിനടുക്കിലേക്ക് ചെല്ലണം. പുരോഹിതൻ അതിലെ ആൺപ്രാവിനെ കഴുത്ത് പിരിച്ച് കൊന്ന ചോര ഈ വെള്ളത്തിൽ ഒഴിക്കും. ആ ചോര വീണ ഉറവ് വെള്ളത്തിലോട്ട് ജീവനുള്ള പെൺപ്രാവിനെ മുക്കുമ്പോൾ പച്ച രക്തത്തിന്റെ മണവും ആ രക്തത്തിന്റെ നിറവും കൂടി ഇതിന് വരും. എന്നിട്ട് അതിനെ പറത്തിവിടും. എണ നഷ്ടപ്പെട്ട പ്രാവ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ചോരയുടെ മണമുള്ളത് കൊണ്ട്, ചോരയുടെ നിറമുള്ളത് കൊണ്ട് കഴുകനും കാക്കയും എല്ലാം കൂടെ വന്ന് ഇതിനെ കൊത്താൻ വരും. ഹലോ, ബന്ദിക്കോസിൽ പോയെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കിയ ഒരു കാലമില്ലേ? കല്യാണത്തിന് വിളിക്കാഞ്ഞൊരു കാലമില്ലേ? ഭവന പ്രതിഷ്ഠയ്ക്ക് വിളിക്കാഞ്ഞൊരു കാലമില്ലേ? ശിശുക്കളുടെ ഡെഡിക്കേഷന് വിളിക്കാത്തൊരു കാലമില്ലേ? അതുപോലൊരു കാലം ഈ പ്രാവിനെ എല്ലാം കൂടെ കൊത്താൻ ചെല്ലുമ്പോൾ ജീവനും കൊണ്ടൊരു പറക്കുക. കേട്ടോ, ജീവനും കൊണ്ട് പറക്കുക. പറന്നു പറന്നു പോയി ഒരു പർവ്വതത്തിന്റെ പാറയുടെ പിളർപ്പിലോട്ട് പോയി അഭയം പ്രാപിക്കും. അഭയം പ്രാപിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വിളി, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഇന്ന് രാത്രി പാറയുടെ പിളർപ്പിൽ നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ പാറയുടെ പിളർപ്പിൽ വിശ്വസിക്കുന്നവരെ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു വിശുദ്ധ സഭയെ, ഒരു വിശുദ്ധ കാന്തയെ, ഒരു നിർമ്മല കന്യകയെ. പോരാ പോരാ, ഇന്ന് രാത്രി ജനം ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നിന്നെ ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ചില ലോക ഇമ്പങ്ങൾ, ലോക മയത്തങ്ങൾ ഈ രാത്രി കരിഞ്ഞു മാറട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കോൺഫിഡൻസുകാരന് ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു കേട്ടോ. കോൺഫിഡൻസ്, അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തന്നെ താൻ വെടിവെക്കുവോ? നമുക്ക് ലക്ഷറി വണ്ടിയൊന്നും വീട്ടിലില്ല, 10,000 കോടിയുടെ ആസ്തിയില്ല, പക്ഷെ കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് രാത്രി കാഹളം നുനിച്ചാൽ സഭയ്ക്ക് ഇന്ന് രാത്രി കോൺഫിഡൻസ് വേണം. ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ സന്തോഷമുള്ളവരെ എന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ ഈ മൺമയമായ ലോകം വിട്ട്, ഓ ഹല്ലേലൂയ, ഒരു പുതിയ രൂപാന്തര ശരീരം പ്രാപിച്ച് ഞാൻ ഇവിടുന്ന് 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നുയരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. നീ ഇന്ന് രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചൊന്ന് പ്രതികരിച്ച് നിന്റെ കൂടെ വരാൻ ഇന്നലകളിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ കല്ലറകളെ തുറന്ന് അവർ പുറത്തു വരും. ഓ ഓ വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. പ്രിയരെ, യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, ആകാശം ഒരുങ്ങിക്കഴിഞ്ഞു, ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഓ ഇനിയും കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, യേശുവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. എന്നാൽ എൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ഇണനഷ്ടപ്പെട്ട പ്രാവിനെ പോലെ ലോകത്തിൻ്റെ കൊത്തും കല്ലി തകർക്കുകയും ഏക്കാതെ ഞാനാകുന്ന പാറയിൽ അഭയം പ്രാപിച്ച നിന്നെ പാർപ്പിക്കാൻ ഞാനൊരു വീടൊരുക്കാൻ പോകുകയാണ്. ഞാൻ ആ വീടൊരുക്കിയാൽ വന്ന് നിന്നെ, ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ മണവാട്ടിയുടെ ഫൈനൽ ടച്ച് നടക്കുമ്പോൾ ആ വീടിന്റെ ഫൈനൽ ടച്ച് നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കണം. എനിക്ക് നിനക്കും വേണ്ടി പാർക്കുവാൻ ഒരുക്കുന്ന ആ പുതിയ യെരൂശലേം എന്ന നഗരം, ഓ ഇന്ന് രാത്രി സഭ ഒന്ന് നന്നായി കരമടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് യേശു വരാറായി. ഓ അഭിഷേകം പ്രാപിച്ചവർ രാത്രി അല്പനിമിഷം നന്നായി കരമടിച്ച് ഓ നിന്റെ വസ്ത്രം മെന്മയുള്ളതാകട്ടെ, നിന്റെ വിളക്കിൽ എണ്ണ നിറയട്ടെ.
ഓ യേശുവിന്റെ നാമത്തിൽ കല്യാണ വസ്ത്രം ധരിച്ചവർ, കല്യാണ വസ്ത്രം ധരിച്ചവർ, താരത്തികൾ വ്യാപാരം ചെയ്തവർ, പ്രത്യാശ വർദ്ധിക്കട്ടെ, ദൈവകൃപ നിറയട്ടെ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, രോഗങ്ങളുടെ കെട്ടഴിയുകയാ, ശാപങ്ങളുടെ കെട്ടഴിയുകയാ, അന്യാരാധന പോരുകൾ അഴിയുകയാ, ആവിചാര മണ്ഡലങ്ങൾ അഴിയുകയോ. ഈ രാത്രി വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഓ ഉദകം വനകം ജ്ഞാനം ജഗതം വൈഡം നിബലം നികരം ഘട്ടം വേദിക രഗതം വൈഡക രാജം അർത്തുര നിബലമ രാജക രഗതര വൈഡമനാതുര വക്ഷക നിബലേ രഗതേ രഗത. ഓ വിശ്വാസത്തോടെ യെസ് യെസ് ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ? അവനടുക്കൽ വാതുക്കലായി എന്നറിഞ്ഞ് നമ്മൾ ഒരുങ്ങേണ്ട രാത്രിയാണ്. എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? കല്യാണ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തിലേക്ക് നിന്നെ എറിഞ്ഞു കളയുമോ? മടിയനും ദുഷ്ടനുമായ ദാസന് നിന്നെ വിളിക്കുമോ? നിന്റെ താലന്തുകൾ വ്യാപാരം ചെയ്തിട്ടുണ്ടോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒന്ന് എഴുന്നേറ്റോ. ഒരു നിമിഷം ആരും പോകരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ഞാൻ പാടി നമുക്ക് ആരാധിക്കണം. നൃത്തം ചെയ്യാൻ നൃത്തം ചെയ്ത് ആരാധിച്ചോണം. ദാവീദ് പറഞ്ഞു, എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നു പോയി ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. 2 കരങ്ങളും ഉയരട്ടെ, 2 കണ്ണുകളും അടയട്ടെ. ഞാൻ നിങ്ങളുടെ ആരെ തലയെ കൈവച്ചില്ലെങ്കിലും, ഈ അഭിഷക്തന്മാര് കരം വെച്ചില്ലെങ്കിലും, യേശുവിന്റെ കര നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മേലുള്ള സകല പോരുകളെ അവൻ ശാസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സന്ദർശനകാലം അറിയുന്ന രാത്രിയാണ്. നിന്റെ കുടുംബത്തെ അവൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാ, നിന്റെ തലമുറയെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാ, ആ വഴി തുറന്നുകൊണ്ടിരിക്കുകയാ, ആ ശൂന്യത പണിതുകൊണ്ടിരിക്കുകയാ, ആ തകർച്ച മാറ്റിക്കൊണ്ടിരിക്കുകയാ, ചില ഇരുമ്പോടാമ്പൽ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഈ നിന്റെ മക്കളെ, നിന്റെ അഭിഷക്ത ഗണത്തെ അടിയന്റെ മേൽ അങ്ങ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ രാത്രി യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് അത്ഭുതങ്ങളുടെ രാത്രിയായി മാറട്ടെ. ഏതെല്ലാം മേഖലകളിൽ ദൂതൻ വാഗ്ദത്തങ്ങളെ തടഞ്ഞോ, അവിടെയെല്ലാം ഇന്ന് രാത്രി ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിക്കുന്നത് പോലെ ഒരു കാറ്റടിക്കട്ടെ. കാട ഉയർന്ന് പറന്നു വന്നതുപോലെ ഇന്ന് രാത്രിയിലെ വാഗ്ദത്തങ്ങൾ കൈയെത്തുന്ന ദൂരത്തിൽ, എത്തിപ്പിടിക്കാവുന്ന അകലത്തിൽ പറന്നു വരട്ടെ. വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മേഖലകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അമർച്ച ചെയ്ത് അങ്ങയുടെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രത്യാശയോടെ കരമൊന്നടിച്ച് എല്ലാ കരകളും ചേർത്തടിച്ച് ഓ ശബ്ദമുയർത്തി